ഓരോ മേഖലയിലും വേദം പറയുന്നത് ഇന്ന് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഔന്നത്യത്തിലുള്ള കാര്യങ്ങൾ. എന്തിനാ അദ്ദേഹം പറയുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തെ തന്നെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് ആസക്തി എന്ന് പറയുന്നത്, അഡിക്ഷൻ. ഇന്നാണ് നമ്മൾ അഡിക്ഷനെ കുറിച്ച് ഇത്രയേറെ ആശങ്കാകുലരാകുന്നത്. പക്ഷെ വേദം പറഞ്ഞു വെച്ചിട്ടുണ്ട് അഡിക്ഷനെ കുറിച്ച്. എങ്ങനെയാണ് അഡിക്ഷൻ എങ്ങനെ മനുഷ്യനുണ്ടാകുന്നത്, എങ്ങനെയാണ് ഒന്നിനെ അടിമപ്പെട്ടു പോകുന്നത്, ആരാണ് അടിമപ്പെട്ടു പോകുന്നത്? എല്ലാവരുമല്ല, നല്ല മനസ്സുള്ളവരാണ് അടിമപ്പെട്ടു പോകുന്നത്. അതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ എന്ത് വേണം? അടിച്ചിട്ട് കാര്യമില്ല, ശിക്ഷിച്ചിട്ട് കാര്യമില്ല. മസൃണമായ പെരുമാറ്റത്തിലൂടെ മാത്രമേ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് മനുഷ്യനെത്തും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സർവകാല പ്രസക്തങ്ങളായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് വേദത്തിൽ പറയുന്നത്. അഥർവവേദം തന്നെ ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, അഥർവവേദത്തെ പറ്റിയിട്ട് എല്ലാവർക്കും വലിയ അവജ്ഞയാണ്. സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ചില ആശയങ്ങൾ അഥർവവേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഥർവം പറയുന്നു, എൻ്റെ ശത്രുക്കൾ 10 100 ആയിക്കൊള്ളട്ടെ, ഓഷധികളെ നിങ്ങൾ എൻ്റെ സ്വരം മധുരമാക്കി തരിക. ശത്രുക്കൾ എത്ര നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിലും നമ്മുടെ സ്വരം മധുരമാണെങ്കിൽ ആ ശത്രുത നിലനിൽക്കില്ല എന്ന് പറയുന്നൊരു മന്ത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ഓർത്താൽ മതി. മധുരമായിട്ട് പറയാനുള്ള, പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണ കലഹങ്ങളുണ്ടാവും, അതേത് കുടുംബത്തിലുണ്ടാവും. പക്ഷേ അത് എത്ര പ്രബലമായി തീരും, വളരെ അതിൻ്റെ ശക്തി കുറഞ്ഞു പോകും. ഇങ്ങനെ വേദം. അപ്പോൾ ഓരോന്നും നമ്പൂരി സാറിന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുഴുവൻ കൊടുത്താലും അദ്ദേഹത്തിന് അത് മതിയാവാതെ വരുള്ളൂ. പിന്നെ അദ്ദേഹം ഇപ്പോൾ എന്നെ ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ നേരം കൊണ്ട് നിർത്തിയത്. അപ്പം ഇരിക്കട്ടെ, നമുക്ക് ശ്രുതികളെയും സ്മൃതികളെയും കുറിച്ച് നല്ല ധാരണകൾ ആവശ്യമുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഇപ്പം നടക്കുന്നത് നമ്മൾ ഗീത, ഭഗവത്ഗീതയെക്കുറിച്ച് അതിൻ്റെ ഭാഷ്യം ശങ്കരാചാര്യൻ എഴുതിയിട്ടുണ്ട്. ആ ഭാഷ്യമാണ് നമ്മളിവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗീതയെക്കുറിച്ച് വളരെ വിപുലമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യ ഭാഷ്യകാരനാണ്. ഭാഷ്യം എഴുതുമ്പോൾ എന്താണ്? ആക്ഷിപ്യ ഭാഷണം, അത് ഭാഷ്യം. ആക്ഷേപിച്ച് ഭാഷണം ചെയ്യുന്നതാണ് ഭാഷ്യം. ആക്ഷേപിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ആക്ഷേപങ്ങൾ ഗീതയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ആ ആക്ഷേപമല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ഒരു ക്ലിപ്പ് അയച്ചു തന്നു. ഒരു മാധ്യമപ്രവർത്തകൻ, മാധ്യമ മേഖലയിൽ വളരെ ശക്തമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന, ഭാഷ വളരെ നന്നായിട്ട് വാർത്ത അവതരിപ്പിക്കുന്ന ഒരു മഹാനുഭാവനാണ്. അദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ച് വളരെ മോശമായ ഒരഭിപ്രായം പറയുകയുണ്ടായി. അപ്പം അത് കണ്ടിട്ട് ആരോ എനിക്ക് അയച്ചു തന്നാണ്. ഇതെന്താ ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി എന്താണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് വാസ്തവത്തിൽ വല്ലാതെ എന്നോട് തന്നെ ഒരു അവമതിപ്പുണ്ടായി. കാരണം അവിടെ അടുത്ത കാലത്ത് ഞാൻ ഒരു കുട്ടിക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കേണ്ടായി. ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ ആളുകളെ പഠിപ്പിക്കാനാണ്. ആ കുട്ടി പറഞ്ഞു, എന്നോട് ഭഗവത്ഗീത സംശയം പിടിച്ചിട്ടുള്ള കുട്ടിയാണ്, ഭഗവത്ഗീത പഠിപ്പിക്കാവോ എന്ന് കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞത് അത് പഠിപ്പിക്കാമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഗീത മുഴുവൻ പഠിപ്പിക്കണ്ടല്ലോ, 3 4 ശ്ലോകം ഓരോ ദിവസം ഞാൻ പറഞ്ഞുതരാം, അത് എടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത കാലത്താണ് ഭഗവത്ഗീത മുഴുവനായിട്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ആശയം ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒരു ശ്ലോകം ഗീതയിൽ ഉണ്ടോ? ഉണ്ടായിട്ടും ഞാൻ ഈ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഞാനൊരു കുറ്റക്കാരനായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പം ഞാൻ ആ ശ്ലോകം എടുത്തു നോക്കി. ഇത് 9ാമത്തെ അധ്യായത്തിലുള്ള ഒരു ശ്ലോകമാണ്. 9ാം അധ്യായം രാജവിദ്യ, രാജഗുഹ്യയോഗം. രാജവിദ്യ, വിദ്യകളിൽ വെച്ച് രാജാവായിട്ട് രാജസ്ഥാനം അലങ്കരിക്കുന്ന വിദ്യ, അതാണ് രാജവിദ്യ. ഗുഹ്യമായിരിക്കും,
രഹസ്യാത്മകങ്ങളായിട്ടുള്ള അറിവ്, അവയിൽ ഗുഹ്യമായതിൽ രാജസ്ഥാനം അലങ്കരിക്കുന്നതാണ് രാജഗുഹ്യം എന്ന് പറയുന്നത്. ഈ രണ്ടിനെയും സംബന്ധിക്കുന്നതായ ഒരു അധ്യായമാണ്. 10-32 ശ്ലോകങ്ങളേ ഉള്ളൂ. ഈ അധ്യായത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം ഞാൻ കണ്ടല്ലോ, ഞാൻ ഈ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊരു പേടിയോടുകൂടി ഞാനിത് എടുത്തു നോക്കി. അതാണ് ഞാനത് പിന്നെ എനിക്ക് തോന്നി, വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുട്ടിയോട് അനീതിയൊന്നും കാണിച്ചില്ല. കാരണം ആ ശ്ലോകം ഇങ്ങനെയാണ്: മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേഭി സ്യുഃ പാപയോനയഃ സ്ത്രിയഃ വൈശ്യാസ് തഥാ ശൂദ്രാഃ തേഭി യാന്തി പരാം ഗതിം എന്നാണ് ശ്ലോകം. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. ആളുകൾ ഇങ്ങനെയൊക്കെ പറയും, നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയും ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിനെ ആധാരമാക്കിയിട്ട് ഒരു പുരോഹിതൻ ഒരു മറുപടിയും കൂടെ പറഞ്ഞു. ആ പുരോഹിതൻ പറഞ്ഞു, ആദ്യം ഈ വാർത്ത വായിക്കാറുള്ള ആള് പറഞ്ഞത് അത് ഒരു എന്താണ് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണെങ്കിൽ, പുരോഹിതൻ അതിനുശേഷം പറഞ്ഞത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. കാരണം ആ പുരോഹിതൻ പറഞ്ഞത് എനിക്ക് സംസ്കൃതമൊന്നും അറിഞ്ഞുകൂടാ, സംസ്കൃതം അറിയേണ്ട ആവശ്യവുമില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ എന്നാണ്. അത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. കാരണം ഒരാൾ പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ 4 പേര് പറഞ്ഞു വരുമ്പോൾ മുഹൂർത്തം മൂത്രമാവും എന്ന് നമ്മൾ പറയാറുണ്ട്. അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതാവും. അപ്പൊ അത് ശരിക്കുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുള്ള ഉപാധി എന്താണ്? അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വാക്യത്തിലൂടെ തന്നെ കേൾക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ ഇതെന്താണ് എന്ന് അറിയണമെങ്കിൽ സംസ്കൃതത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കുകയാണ് വേണ്ടത്. അതുപോലും വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ വിവരക്കേട് അത് എത്ര അപലപിച്ചാലും മതിയാകാത്തതാണ്. ഇനി എന്തിനാണ് ഇദ്ദേഹം എന്താണ് ഇതിന് കൊടുത്ത വ്യാഖ്യാനം? അദ്ദേഹം പറയുന്നത്, അർജുന നീയും, അതായത് കൃഷ്ണൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അർജുന നീയും ഇനിയുള്ള ജന്മങ്ങളിൽ പാപയോനിയായ സ്ത്രീയായി ജനിക്കും എന്നാണ്. അദ്ദേഹം ആദ്യം ചോദിക്കുകയാണ്, അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുകയാണ്, സ്ത്രീകൾ പാപയോനിയിൽ നിന്ന് ജനിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അത് അംഗീകരിക്കുമോ എന്ന് അദ്ദേഹം ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ അംഗീകരിക്കുന്നവർ ഒന്ന് കൈപ്പൊക്കണം, അംഗീകരിക്കുന്ന സ്ത്രീകൾ കൈപ്പൊക്കണം. വീണ്ടും വീണ്ടും അദ്ദേഹം ചോദ്യം ആവർത്തിക്കാൻ. ഏതായാലും ആരും കൈപ്പൊക്കിയില്ല. സ്ത്രീകൾ പാപയോനിയിൽ നിന്ന് ജനിച്ചവരാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് സമാധാനം. അപ്പോൾ ഈ ശ്ലോകത്തിൽ അപ്പൊ ആദ്യം തന്നെ നിങ്ങളും ഇത് കേൾക്കാൻ ഇടയുണ്ട്, കേട്ടിട്ടുള്ളവരും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഒരാൾ കേട്ടപ്പോൾ അതെനിക്ക് അയച്ചു തന്നത്, ഇതൊന്ന് എന്താണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഇതനുസരിച്ചിട്ട് ഒരു നിലയ്ക്കും അങ്ങനെ ഒരു അർത്ഥം ഇതിന് കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താണ്? മാം ഹി പാർത്ഥ, ഹേ പാർത്ഥ എന്ന് പറയാണ്. മാം വ്യപാശ്രിത്യ, എന്നെ ആശ്രയിച്ചിട്ട് ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? യേ പാപയോനയഃ സ്യുഹു, പാപയോനികളായിരിക്കുന്ന ആളുകൾ പോലും. ഏ എന്നൊരു പദം അവിടെയുണ്ട്. ഏ എന്ന പദം അവിടെ പറയുമ്പോൾ ഇവിടെ സംസ്കൃത അധ്യാപകരാണ് ഇരിക്കേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാൽ യഹ യൗ ഏ, പുല്ലിംഗമാണ് ആ പദം. യഹ യൗ ഏ എന്നുള്ള പുല്ലിംഗമാണ്. അപ്പൊ ഏ എന്നുള്ളത് സ്ത്രീ എന്നുള്ളതിനോടുകൂടി അന്വയിക്കാൻ പറ്റില്ല. ഏ സ്ത്രീയ എന്ന് പറയാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ഇനി സ്ത്രീകളെ പറയുകയാണെങ്കിൽ എങ്ങനെ വേണം? യാഹ സ്ത്രീയ എന്ന് പറയണം. കാരണം സംസ്കൃതത്തില് ഭാഷയ്ക്ക് അവ്യക്തത വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളുണ്ട്, 2 ഉപാധികളുണ്ട്. അത് ഒന്ന്, വിശേഷണ വിശേഷങ്ങൾ ഒരേ ലിംഗ വിഭക്തി വചനങ്ങളിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോ സമർത്ഥനും ബുദ്ധിമാനുമായ രാജാവ് എന്ന് പറയണമെങ്കിൽ സമർത്ഥ ബുദ്ധിമാൻ രാജ എന്ന് പറയണം. സമർത്ഥനായ ബുദ്ധിമാനായ രാജാവിന് എന്ന് പറയണമെങ്കിൽ സമർത്ഥം ബുദ്ധിമന്തം ച രാജാനം എന്ന് പറയണം. ഈ വിധത്തിലാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. അതുകൊണ്ട് പലപ്പോഴും മലയാളത്തിൽ എന്ത് വരും? മലയാളത്തിൽ സന്ദേഹങ്ങൾ വരും. അതുപോലെ തന്നെ വേണ്ടിടത്ത് സമസ്ത പദങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ എന്തുണ്ടാവില്ല? സന്ദേഹങ്ങൾ ഉണ്ടാവില്ല. മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് സന്ദേഹങ്ങൾ ധാരാളമാണ്. മലയാള ഭാഷയെ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുള്ള പ്രബോധചന്ദ്രൻ നായരെ പോലുള്ള ആളുകളുണ്ട്.
അദ്ദേഹം പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ വിശേഷണങ്ങൾ ചേർത്താൽ അപ്പം മലയാളത്തിൽ എന്തുവരും? തെറ്റുവരും. വിശേഷണങ്ങൾ ചേർത്താൽ അപ്പം എന്തുവരും? തെറ്റുവരികയാണ് നമുക്ക്. 10ാം ക്ലാസ് പാസ്സായ അദ്ദേഹത്തിന്റെ പത്നിയുടെ ആഗ്രഹപ്രകാരം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായ അദ്ദേഹത്തിന്റെ പത്നിയുടെ ആഗ്രഹപ്രകാരം, ഇതിൽ ആരാ 10ാം ക്ലാസ് പാസ്സായത് എന്ന് സംശയവും. അദ്ദേഹമാണോ 10ാം ക്ലാസ് പാസ്സായത്, പത്നിയാണോ 10ാം ക്ലാസ് പാസ്സായത് എന്നുള്ളതാണ് അല്ലേ? അപ്പോ എന്ത് ചെയ്യണം? ഉത്തീർണ ദശമകക്ഷ്യായാഹ തത്പത്നിയാഹ. ഉത്തീർണ ദശമകക്ഷ്യയായ തത്പത്നി. എന്തായി? ആരാണ് 10ാം ക്ലാസ് പാസ്സായത്? പത്നിയാണ് എന്നുള്ളത് സ്പഷ്ടമായി. അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒന്നാണ്, എന്താണ്? കാലൊടിഞ്ഞ മദാമ്മയുടെ കസേര എന്നുള്ളത്. കാലൊടിഞ്ഞ മദാമ്മയുടെ കസേര. മദാമ്മയുടെയാണോ കാലൊടിഞ്ഞത്, കസേരയുടെയാണോ കാലൊടിഞ്ഞത് എന്നുള്ളത് പ്രശ്നമാണ് നമുക്ക്. അപ്പോ മദാമ്മയുടെ കാലാണ് ഒടിഞ്ഞതെങ്കിൽ ഭഗ്നപാതയായ മദാമ്മ. ഭഗ്നപാത, കാലൊടിഞ്ഞത് ആരുടെയാണ്? മദാമ്മയുടെയാണ്. പീഠത്തിന്റെ ആണെങ്കിലോ ഭഗ്നപീഠമായ മദാമ്മയുടെ ഭഗ്നപാദമായ പീഠം. മദാമ്മയുടെ ഭഗ്നപാദമായ പീഠം. ഈ നിയമങ്ങൾ സംസ്കൃതത്തിലുണ്ട്. അപ്പോൾ സന്ദേഹം വരുന്നിടത്ത് വേണ്ടത് എന്താണ്? സംസ്കൃതം തന്നെ നോക്കുക, എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു പദവും അടുത്ത ജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം എന്താണ്? മാം ഹി പാർത്ഥ, ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, മാം വ്യപാശ്രിത്യ, എന്നെ ആശ്രയിച്ചിട്ട്. എങ്ങനെയുള്ള ആളുകളാണ് എന്നെ ആശ്രയിക്കേണ്ടത്? അഥവാ എങ്ങനെയുള്ള ആളുകൾ? ആശ്രയിച്ചാലത്തെ കാര്യമാണ് പറയുന്നത്. ഏ അഭി, ഏ എന്നുള്ളത് പുല്ലിംഗത്തിലാ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഏ അഭി ശൂദ്രാഹ, ഏ അഭി വൈശ്യാഹ ശൂദ്രാഹ അഭി, വൈശ്യരോ ശൂദ്രരോ. ഇനി വേണമെങ്കിൽ എന്താണ്? യതിവാ സ്ത്രീയഹ, ഇനി അത് സ്ത്രീകളാണെങ്കിൽ പോലും, അതായത് ഈ ആശ്രയിക്കുന്നവരിൽ വൈശ്യരോ ശൂദ്രരോ, അത് അവർ പുരുഷന്മാരോ സ്ത്രീകളോ ആരായിരുന്നാലും ശരി, ആരായിരുന്നാലും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? തേ അഭി യാന്തി പരാം ഗതിം, അവരും പരമമായ ഗതിയെ പ്രാപിക്കും. ഭഗവാനെ ആശ്രയിച്ചാൽ എന്താണ്? പാപയോനികളായ ആളുകളും എന്താണ്? പരമഗതിയെ പ്രാപിക്കുമെന്നാണ്. എന്താണ് ഈ പാപയോനികൾ എന്ന് പറഞ്ഞാൽ? ഏത് മനുഷ്യനും എന്താകാം? പാപയോനിയാകാം. യോനി എന്ന പദത്തിന് ഉദ്ഭവസ്ഥാനം എന്ന അർത്ഥമാണ്, ഉത്പത്തിസ്ഥാനം. പാപം ആരിൽ നിന്നുണ്ടാകുന്നോ അവനാണ് പാപയോനി. നമ്മുടെ വിശ്വനാഥ് നമ്പൂതിരി സാറ് ഒരു മഹാകാവ്യത്തിന്, സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒരു മഹാകാവ്യം, 2 കാളിദാസന്റേതാണ്, അതിൽ ഒരെണ്ണം കുമാരസംഭവ മഹാകാവ്യമാണ്. അതിന് മയൂരപിഞ്ചിക എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം എഴുതിയ വിശ്വനാഥൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഈ പദത്തിന് അർത്ഥം പറയാം. അതിൽ പറയുന്നുണ്ട്, യജ്ഞാംഗയോനിത്വം അപേക്ഷയസ്യ സാരം ധരിത്രീധരണക്ഷമം ച പ്രജാപതി കൽപ്പിത യജ്ഞഭാഗം ശൈലാധിപത്യം സ്വയമന്വതിഷ്ഠ ഹിമവാൻ ഹിമവത് പർവ്വതം. യജ്ഞാംഗയോനിയാണ്, യജ്ഞാംഗങ്ങളുടെ ഉദ്ഭവസ്ഥാനമാണ്. യജ്ഞത്തിന് വേണ്ട സമിത്ത് മുതലായിട്ടുള്ള വസ്തുക്കൾ അതിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് യജ്ഞാംഗങ്ങളുടെ യോനി, ഉദ്ഭവസ്ഥാനം എന്ന് പറഞ്ഞു. ഇതേ പ്രമാണം വെച്ച് നോക്കിയാൽ എന്താണ് പാപയോനി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പാപങ്ങൾ ആരിൽ നിന്നുണ്ടാകുന്നുവോ അവരാണ് പാപയോനികൾ എന്ന് പറയാൻ. പാപം ചെയ്യുന്ന മനുഷ്യൻ എന്നാണ് അർത്ഥം. പാപം ചെയ്യുന്ന ആൾ, അത് ഏത് ധർമ്മത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് വർണ്ണത്തിൽപ്പെട്ടവനാണെങ്കിലും, വർണ്ണം എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്താണ്? ജനങ്ങൾക്ക് ചീത്ത പറയാനുള്ള ഒരു മാർഗമാണ്. ചീത്ത പറയേണ്ട യാതൊന്നുമില്ല അതില്, ചീത്ത പറയാൻ യാതൊന്നുമില്ല. നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ഒരാൾ പ്യൂണായിട്ട് കയറിയാൽ അയാളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച്, അയാൾ എഴുതുന്ന ടെസ്റ്റുകളനുസരിച്ചിട്ട് അയാൾക്ക് ക്ലാസ് 4 ആയിട്ടുള്ള ആൾക്ക് ക്ലാസ് 3യും 2 ഒക്കെ ആയിട്ട് മാറാം, പ്രൊമോഷൻ കിട്ടാം, ഇല്ലേ? യോഗ്യതയുള്ള ആളെ കയറിയെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്തിട്ടും മുകളിലേക്ക്. ഇതേപോലെ കൃത്യമായിട്ടാണ് ശൂദ്രോ ബ്രാഹ്മണതാമേതി, ഏത് സ്മൃതിയാണ്? ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച
ഏതി ശൂദ്രതാം, ശൂദ്രൻ ബ്രാഹ്മണ്യം പ്രാപിക്കും. ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ബ്രാഹ്മണൻ ശൂദ്രതയും പ്രാപിക്കും. രാജന്യസ്യ തഥാ അപത്യം, രാജന്യൻ രാജാവ്, രാജാവിന്റെ അപത്യവും സന്തതിയും അതുപോലെ തന്നെ വൈശ്യാപത്യം തഥൈവച, അപ്രകാരം തന്നെയാണ് വൈശ്യന്റെ അപത്യവും സന്തതിയും എന്നർത്ഥം. അപ്പൊ എന്താണ്? അതാണ് ഭഗവാൻ പറഞ്ഞത്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന്. ഇതിലെല്ലാം അങ്ങോട്ട് ഇതുപോലെ അനുവദിക്കുന്നതോ അത് കൃത്യമായിട്ടാണ് ഏതിൽ പറയുന്നത്? സ്മൃതിയിൽ പറയുന്നത്. എങ്ങനെയാണ്? എന്നിട്ട് അങ്ങനെയുള്ളവരുണ്ടോ? ശൂദ്രന്മാരാരെങ്കിലും ഇവിടെ ബ്രാഹ്മണന്മാരായിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ആളുകൾ പറയുന്നു ശൂദ്രന് പേരിടുമ്പോൾ അവന് തന്നെ കേട്ടാൽ അറയ്ക്കുന്ന പേര് ഇടണം. ഇത് സംസ്കൃതം പഠിച്ച ഒരു വിദ്വാനാണ് നമ്മുടെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വൃത്തികേടാണ്, എത്ര അധർമ്മമാണ് അല്ലേ? ശൂദ്രഹ ബ്രാഹ്മണതാമേതി, ബ്രാഹ്മണനാകാനുള്ള ക്വാളിറ്റി, യോഗ്യത ഒരു ശൂദ്രനുണ്ടെങ്കിൽ അയാൾ ആരാകും? അയാൾ ബ്രാഹ്മണ്യം നേടും. അതാരെങ്കിലും നേടിയിട്ടുണ്ടോ? നേടിയിട്ടുണ്ട് അല്ലേ? ശൂദ്രന്റെ പേരിടുമ്പോ എന്താണ്? ദാസൻ എന്നൊക്കെ കൂട്ടിയാണ് പേരിടുക. അതാണ് അതിൽ ജുഗുപ്സിതം എന്നൊരു വാക്കുണ്ട്. അതെല്ലാം കൂടെ പറയാൻ ഇവിടെ നേരമില്ല, അതുകൊണ്ടാണ്. അവിടെ സാധാരണ പേര് എന്താണ്? ഒരു ദാസന്റെ കൂട്ടി പേരിടാം. മഹീദാസൻ, ഒരു ശൂദ്രന്റെ പേരാണ് മഹീദാസൻ. ഈ പേരിടുന്നത് എന്നാണ്? പേരിടുന്നത് ജനിച്ചിട്ട് 10-ാം ദിവസം അല്ലെങ്കിൽ 12-ാം ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ കുലാചാരം അനുസരിച്ചിട്ട്. അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ഇപ്പൊ 28-നാണ് കെട്ടുന്നതെങ്കിൽ 28-ന് കെട്ടിക്കോളൂ, കുട്ടിക്ക് പേരിട്ടോളൂ, യാതൊരു വിരോധവുമില്ല. അതിനുള്ള മന്ത്രമൊക്കെ പറയുന്നത് അംഗാദംഗാദ് സംഭവസി ഹൃദയാദ് അഭിജായസേ ആത്മാവൈ പുത്രനാമാസി സജീവ ശരദശതം. മകനെ, നീ എന്റെ അംഗാദ് സംഭവസി, അച്ഛനാണ് കുട്ടിയെ മടിയിൽ വെച്ചിട്ട് പേരിടുന്നത്. അംഗാദ് സംഭവസി, എന്റെ ഓരോ അംഗത്തിൽ നിന്നുമാണ് നീ ഉണ്ടായിരിക്കുന്നത്. ഇത് ഐതരോപനിഷത്തിൽ പറയുന്നുണ്ട്, അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറയാം. അംഗാദ് സംഭവസി ഹൃദയാദ് അഭിജായസേ, എന്റെ ഹൃദയത്തിൽ നിന്നാണ് നീ അഭിജാതനായിരിക്കുന്നത്. ആത്മാവൈ പുത്രനാമാസി, അല്ലയോ പുത്ര, നീ ആത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് നീ, അച്ഛൻ തന്നെയാണ് മകൻ. സജീവ ശരദശതം, അങ്ങനെയുള്ള നീ 100 വർഷം ജീവിക്കുക. 100 ശരത്തുകൾ എന്ന് പറഞ്ഞാൽ 100 വർഷം എന്നാണ്. വർഷം എന്ന് പറഞ്ഞാലും ശരത്ത് എന്ന് പറഞ്ഞാലും ശതമു വസന്താൻ ശതമു ഹേമന്താൻ എന്ത് പറഞ്ഞാലും എന്താണ്? ഒരു ഋതുവിനെ പറഞ്ഞാൽ ആ ഋതുചക്രം പൂർണ്ണമാകുന്ന കാലം മുഴുവൻ എടുക്കും. സമയത്തിന്റെ ഗണന എപ്പോഴും അങ്ങനെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിലൊരു രാത്രിയും കൂടിയുണ്ട്. ദിവസം എന്ന് പറഞ്ഞാൽ ഡേ ആണല്ലോ, അപ്പോ രാത്രിയും കൂടിയാണ്. അതാണ് നമ്മൾ രാത്രി എന്ന് പറയുന്നത്. രാത്രി എന്ന് പറഞ്ഞാലും മതി. പഞ്ചരാത്രം ഭാസന്റെ ഒരു നാടകമാണ്, 5 ദിവസത്തിന്റെ കഥയാണ്. പഞ്ചരാത്രം എന്നാണ് പേര് കൊടുത്തത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞാൽ മതി. ഒരു സമയം എപ്പോഴും അങ്ങനെ. ഒരു ഋതു പറഞ്ഞാൽ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ശതവും ഹേമന്തവും ശിശിരവും എല്ലാം കൂടെ കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെന്താണ് ജന്മദിനത്തിലൊക്കെ നമ്മൾ ആശംസ നേരുമ്പോ എന്ത് പറയാറുണ്ട്? ശതം ജീവ ശരദോ വർദ്ധമാനഃ ശതം ഹേമന്താൻ ശതമു വസന്താൻ അല്ലേ? നമ്മൾ അങ്ങനെ ഓരോ ഋതുവും പറയുന്നത് എന്തുകൊണ്ട്? ഇതിനെ പിന്നെ ഋതു പറയുന്നത്, ഓരോ ഋതുവിലും നിനക്ക് എന്താണ് ആ ഋതുവിന്റെ പ്രതികൂലതകളില്ലാതെ അതിനെ അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള ആരോഗ്യത്തോടെ 100 വർഷം ജീവിക്കാനാണ് നിന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ കുഞ്ഞിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ യജ്ഞങ്ങൾ കൊണ്ട് സംപ്രീതരായ ദേവന്മാർ തന്നിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് അവിടെ ഓരോ ഋതുവും എടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഋതു പറഞ്ഞാൽ മതി. ഒരു ശരത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്, ഒരു വർഷം എന്ന് പറഞ്ഞാലും ഒരു കൊല്ലമാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അപ്രകാരം പറഞ്ഞ് സജീവ ശരദശതം, അങ്ങനെയുള്ള നീ 100 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കുഞ്ഞിന്റെ കാതിൽ പേര് വിളിക്കുന്നത്. അച്ഛൻ പറഞ്ഞ പേരെന്താണെന്ന് കുഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിന്റെ യോജിപ്പ് കൊണ്ട് അമ്മയ്ക്ക് അറിയാം എന്ത് പേരാണ് അച്ഛൻ കുട്ടിയെ വിളിച്ചതെന്ന്. അമ്മ കുഞ്ഞിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അച്ഛന്റെ മടിയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്ന വളരെ എന്താണ് പറയുക, ആ ഒരു യോജിപ്പിന്റെ ഐക്യത്തിന്റെ ചടങ്ങുകൾ കാണുന്ന ആളുകളാണ് നമ്മൾ. അതായത് നമ്മുടെ ഓരോ സംസ്കാരത്തിലും സ്ത്രീക്കെന്തുണ്ട്? വളരെ ഗണ്യമായ സ്ഥാനമുണ്ട്. ഈ സ്ഥാനം
അംഗീകരിക്കാതെയാണ് ഇദ്ദേഹം സ്ത്രീ എന്ത് പറഞ്ഞത്? സ്ത്രീ പാപയോനിയിൽ നിന്ന് ജനിക്കുന്നവളാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പൊ അതിന്റെ സത്യാവസ്ഥ നമ്മൾ അറിയുക. പാപയോനികൾ എന്ന് പറഞ്ഞാൽ പാപയോനികളായ ആളുകൾ, അതായത് പാപം ചെയ്യുന്ന ആളുകൾ ആരായിക്കൊള്ളട്ടെ, അവൻ വൈശ്യനോ ശൂദ്രനോ ആയിക്കൊള്ളട്ടെ, അവർ സ്ത്രീകളോ പുരുഷന്മാരോ ആകട്ടെ, ആരാണെങ്കിലും എന്നെ ആശ്രയിച്ചാൽ അവരെന്താണ്? അവർ സദ്ഗതിയെ പ്രാപിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇപ്പൊ ഈയിടയ്ക്ക് മിനിഞ്ഞാന്ന് കേട്ടതാ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരം അപ്രകാരം നിന്ദിക്കാൻ പറ്റിയതല്ല. ദുർവ്യാഖ്യാന കോവിദന്മാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇപ്രകാരമുള്ള ദുഷ്പ്രചാരണങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സ്ത്രീക്ക് നമ്മുടെ സംസ്കാരം കൽപ്പിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് നാം അറിയണം. സ്ത്രീയെക്കുറിച്ച് എപ്പോഴും എല്ലാവർക്കും പറയാനുള്ള എന്താണ്? മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു എന്താണ്? നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീയുടെ എല്ലാ അവകാശങ്ങളും അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞ നിയമമാണ് നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വേദങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഈ നിയമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വേദങ്ങൾ എന്താണ് പറയുന്നത്? വേദത്തിന്റെ ദർശനം ഐതരേയ ഉപനിഷത്ത്. ഐതരേയ ഉപനിഷത്ത് എന്താണ് സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അവിടെ പറയാണ്, പുരുഷേഹവ അയം ആദിതോ ഗർഭോ ഭവതി. പുരുഷനിലാണ് ഗർഭം ആദ്യമായി ഉണ്ടാകുന്നത് എന്നാണ്. പുരുഷേഹവ അയം ആദിതോ ഗർഭോ ഭവതി യദേതദ് രേതഃ. ആ ഗർഭം എന്ന് പറയുന്നത് എന്താണ്? രേതസ്സാണ്, ബീജമാണ്. തദേതദ് സർവേഭ്യോ അംഗേഭ്യ സംഭൂതം ആത്മന്യേവാത്മാനം ബിഭർത്തി. ആ ഒരു രേതസ് അത് തേജോരൂപമാണ്. ആ തേജസ് അവന്റെ ഓരോ അവയവത്തിൽ നിന്നും ഉളവാകുന്നതാണ്. ഓരോ അവയവത്തിൽ നിന്നും ഉളവായി അത് ആത്മന്യേവ ആത്മാനം ബിഭർത്തി. തന്നിൽ തന്നെ, ആ ഒരൊറ്റ ബീജത്തിൽ തന്നെ അത് അച്ഛന്റെ എല്ലാ തേജസ്സിനെയും ഉൾക്കൊള്ളുന്നു. ഓരോ അവയവത്തിന്റെയും തേജസ് ആ ഒരൊറ്റ ബീജം ഉൾക്കൊള്ളുന്നു. അല്ലേ? നമ്മൾ കുട്ടികളെ കാണുമ്പോൾ പറയാറില്ലേ, ഇല്ലേ, ഇത് എന്താണ്? ഇത് രവേടന്റെ മോനല്ലേ ഇവൻ ഈ പോകുന്നത്? അവനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് രവേടനെ എന്ന് മനസ്സിലായത്? എന്താണ്? രവേടനെ പോലെ തന്നെ ഇരിക്കുന്നു, അല്ലെ? ആ നടപ്പ്, അതേ ചിരി, അല്ലേ? അതേ കള്ളച്ചിരി. അപ്പൊ എന്താണ്? രവേടനെ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോ ശ്യാമള ചേച്ചിയുടെ മോളെ കണ്ടാ പറയാ, ഇത് ശ്യാമളയുടെ മോളല്ലേ ഇത്? അതെങ്ങനെയാ മനസ്സിലായത്? അതേപോലെ. അപ്പോ അച്ഛനെ പരിചയമുള്ളവർ പറയും ഈ അച്ഛന്റെ കുട്ടിയാണ്, അമ്മയെ പരിചയമുള്ളവർ പറയും ഈ അമ്മയുടെ കുട്ടിയാണെന്ന്, അല്ലേ? അത് പെൺകുട്ടീനെ മാത്രമല്ല അമ്മയുടെ ഇത് പറയുന്നത്. ആൺകുട്ടിയാണെങ്കിലും പറയും ഇന്ന ആളുടെ മോനല്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഈ അച്ഛന്റെയും അമ്മയുടെയും ഗുണങ്ങൾ, സവിശേഷതകൾ ഈ കുട്ടികളിലുണ്ട്. പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരിലെല്ലാം എന്തുണ്ട്? എന്താണ്? ഓരോ അംഗത്തിന്റെയും സർവേഭ്യോ അംഗേഭ്യ സംഭൂതം ആത്മന്യേവ ആത്മാനം ബിഭർത്തി. വലുതായി കഴിഞ്ഞ സ്വരവും അതുപോലെ തന്നെ, അല്ലെ? വീട്ടിലും ചിലപ്പോ എന്താണ്, പിള്ളേരൊക്കെ മുതിർന്നു എന്ന് വിചാരിക്കാം, അച്ഛനും പുറത്തേക്ക് പോയിട്ടുണ്ട്, അമ്മയും പുറത്തേക്ക് പോയിട്ടുണ്ട്, അല്ല അമ്മയല്ല കുട്ടികളും പുറത്തേക്ക് പോയിട്ടുണ്ട്. രാത്രി പാതിര കഴിഞ്ഞ് ഓരോരുത്തർ വരാൻ തുടങ്ങി, അല്ലെ? ഒരാൾ വന്നിട്ട് വിളിച്ചു, അല്ലെ? വിളിക്കണ അമ്മയെന്ന് വിളിച്ചാൽ അറിയും മോനാണെന്ന് അറിയും, അല്ലെ? അല്ലെങ്കിൽ എടോ എന്ന് വിളിച്ചാൽ അത് അച്ഛനാണെന്ന് അറിയാം. അതല്ല, ഒന്ന് തുറക്കുവോ എന്ന് പറഞ്ഞാൽ ഇത് അച്ഛനാണോ പറഞ്ഞത് മോനാണോ പറഞ്ഞത് അമ്മയ്ക്ക് പോലും പലപ്പോഴും തെറ്റാറുണ്ട്. സ്വരം അതുപോലെയാ ഇരിക്കുന്നത്. അതാണ് ആത്മന്യേവ ആത്മാനം വിഭർത്തി തദ് യഥാ സ്ത്രീയാം സിഞ്ചതി അധയേനം ജനയതി. ഈ ബീജം എപ്പോൾ സ്ത്രീയിൽ നിക്ഷേപിക്കപ്പെടുന്നുവോ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ശിശു ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു ശിശുവിന്റെ ഗർഭാധാനം നടക്കുന്നത് അവിടെയാണ്. തദസ്യ പ്രഥമം ജന്മ. അതാണ് ഒരു മനുഷ്യജീവിയുടെ ഒന്നാമത്തെ ജന്മം. ഏതാണ്? ശിശു എപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വരുന്നു, അതാണ് ഒന്നാമത്തെ ജന്മം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട്
ഇതാണ് നമുക്ക് നിർണയിക്കാവുന്ന കാര്യം. ഒരു കുട്ടിയുടെ നാള് നോക്കിയിട്ട് നമ്മൾ കംസന്മാരായി മാറാൻ പാടില്ല. നമ്മൾ നാള് നോക്കുന്നത് ഏതാണ്? കുട്ടി ജനിച്ച സമയമാണ്. ഇതല്ല നിർണായകം. ചിലപ്പോൾ പറയും ഇന്ന ഇന്ന നക്ഷത്രത്തിലാണ് കുട്ടി ജനിച്ചത്, അതുകൊണ്ട് അച്ഛന് കാലാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് കാലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില ആളുകൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. ഒരാൾ കുഞ്ഞിനെ നിലത്തടിക്കാൻ തുടങ്ങി, അച്ഛന് കാലാണെന്ന് പറഞ്ഞിട്ട് കംസനായി മാറുകയാണ്. അങ്ങനെ മാറാൻ പാടില്ല. കംസൻ പോലും വിജയിച്ചിട്ടില്ല ആ സംരംഭത്തിൽ, അല്ലേ? അടിച്ച് കൊല്ലാൻ പറ്റുമോ കംസനെ ആ പെൺകുട്ടീനെ? ഇല്ല, സാധിച്ചില്ല. വേറെ ചിലതിനൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഇരിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും എന്താണ്, അതല്ല വാസ്തവത്തിൽ എന്ത് വേണം? കാരണം കുഞ്ഞ് ഇന്ന നക്ഷത്രത്തിൽ കരിമ്പൂരാടത്തിൽ കുഞ്ഞ് ജനിച്ചെങ്കിൽ അത് കുഞ്ഞിന്റെ കുറ്റമല്ല, അല്ലെങ്കിൽ ഈ അച്ഛന്റെയോ അമ്മയുടെയോ കുറ്റമല്ല. അങ്ങനെയുള്ളവരുടെ കുറ്റം അനുസരിച്ചിട്ട് എന്താണ്, അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർക്ക് ശിക്ഷ ഉണ്ടാകാൻ പാടുള്ളൂ. എൻ്റെ ഒരു അനിയനുണ്ട്, അവൻ നല്ല ശുദ്ധ കരിമ്പൂരാടമാണ്. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അച്ഛൻ പ്രായമായിട്ടാണ് മരിച്ചത്, അമ്മ ഇപ്പോഴും ഉണ്ട്, 94 വയസ്സായിട്ടുണ്ട്. അപ്പോ അതല്ല അതിന് നിർണായകമായിട്ടുള്ളത്. കാരണം നമുക്ക് വിരുദ്ധമായി ഒരു വിധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വിധിക്ക് നമ്മൾ ഉത്തരവാദിയാകണം, നമ്മുടെ കർമ്മമാകണം. അപ്പൊ എന്ത് വേണം? ഈ ശിശു അമ്മയുടെ ഉദരത്തിൽ വരുന്ന സമയം നമുക്ക് നിർണയിക്കാം. മറ്റേ നമുക്ക് പറ്റില്ല, അല്ലേ? 10 മാസം എന്ന് പറയുമ്പോൾ 28 ദിവസങ്ങളുള്ള 10 ചാന്ദ്രമാസം, 280 ദിവസം അല്ലെങ്കിൽ 270 ദിവസം, ഇത്രയും ദിവസമാണ് കുട്ടി അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നത്. ചിലപ്പോൾ 270 കിടന്നില്ല എന്ന് വരും, 269 കിടന്നുള്ളൂ എന്ന് വരും, ചിലപ്പോൾ 280 കിടന്നു വരും. ഇത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ തദസ്യ പ്രഥമം ജന്മ, ഏത് സമയത്ത് കുട്ടി ജനിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിന് നിയാമകമായിട്ടുള്ള എന്താണ്? ഗർഭാധാനം എന്ന് പറയുന്ന സംസ്കാരം. നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിൽ ആദ്യത്തേതാണ് ഗർഭാധാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 18, 19 സംസ്കാരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ 16 സംസ്കാരങ്ങൾ എന്നേ പറയാറുള്ളൂ, ഷോഡശ സംസ്കാരങ്ങൾ എന്നേ നമ്മൾ പറയാറുള്ളൂ. ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നവർ പലരും എന്ത് കൂട്ടാറില്ല? അവസാനത്തെ സംസ്കാരം അന്ത്യേഷ്ടി എന്ന് പറയുന്ന ശവസംസ്കാരം പലരും കൂട്ടാറില്ല. കാര്യം നമുക്ക് ഒറ്റ സംസ്കാരം നമുക്കറിയുള്ളൂ, അത് ശവസംസ്കാരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ 16 നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിൽ ഉൾപ്പെടുത്താറില്ല. അപ്പൊ ഉപനയനം കഴിഞ്ഞിട്ട് 3 വ്രതങ്ങളുണ്ട്. മഹാനാമിനി വ്രതം, മഹാരണ്യവ്രതം, ഔപനിഷദ വ്രതം. ഈ 3 വ്രതങ്ങൾ പലപ്പോഴും എന്താണ്, ചിലര് അത് ഉപനയനത്തിന്റെ ഭാഗമായി ചേർക്കും. അപ്പൊ 3 കുറവ് വരും. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും? കർണവേദം, കാതുകുത്തല്, വിദ്യാരംഭം, പിന്നെന്താണ്, പിന്നെ അന്ത്യേഷ്ടി, ഇതും കൂടെ കൂട്ടി 19 ആക്കും. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അല്ല 16 ആക്കുന്നുണ്ട്. എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും 16 ആയിട്ടാണ് അത് എണ്ണുന്നത്. അതിരിക്കട്ടെ. അപ്പോൾ ഈ ഗർഭാധാനം എന്ന സംസ്കാരം ഇത് നടന്നാൽ ഇനിയാണ് സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് ഐതരേയോപനിഷത്ത് പറയുന്നത്. അത് വൈദിക ദർശനമാണ്. എന്താണ് അവിടെ പറയുന്നത്? സാ അസ്യൈദം ആത്മഗതം ആത്മാനം ഭാവയതി. അവൾ അതുമായിട്ട് ആത്മഭൂയം ഗച്ഛതി. താനും ആ ശിശുവും ഒന്നായിത്തീരുന്നു. അമ്മയും അമ്മയുടെ ഉദരത്തിലേക്ക് വന്ന ആ ബീജവും ഒന്നായിത്തീരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് തള്ളിക്കളയും. നമ്മുടെ ശരീരത്തിൽ ഏതൊരു വസ്തു പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിൽ വന്നാലും അതിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അതെടുത്ത് ബാക്കി പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അല്ലേ? ഇപ്പൊ നേരത്തെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു, ബിസ്ക്കറ്റ് കണ്ടപ്പോഴേ വായിൽ വെള്ളം വന്നു. എന്തിനാണത് വായിൽ വെള്ളം വന്നത്? അതിനെ തിന്ന് അതിനെ ദഹിപ്പിച്ചിട്ട് അതിൽ നിന്ന് വല്ലതും ആഗിരണം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആഗിരണം ചെയ്ത് ബാക്കിയുള്ള പുറന്തള്ളാനുള്ള പ്രക്രിയയാണ് തുടങ്ങുന്നത്. അപ്പൊ ഏതിലും അതെ, എത്ര നല്ല പലഹാരമാണെങ്കിലും എത്ര നല്ല വസ്തുവാണെങ്കിലും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനെ ദഹിപ്പിച്ച് അതിൽ നിന്നൊരാഗിരണം ചെയ്യലാണ്, എന്നിട്ട് പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ ഒരു പൊടി കയറിയാൽ മതി, തുടങ്ങായി, എന്താണ്, തുമ്മലും ചീറ്റലും തുടങ്ങായി. ആ പൊടിയെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നമുക്ക് സമാധാനമുണ്ട്.
അല്ലേ? ശരീരത്തിലൊരു മുള്ള് കയറിയിരുന്നാൽ എന്താണ്? ഉടൻ തന്നെ അതിനെ പുറന്തള്ളാൻ തുടങ്ങി. നമ്മൾ സൂചി കൊണ്ട് എടുക്കണമെന്നൊന്നുമില്ല. അതെന്താണ്? അപ്പോൾ അവിടെ എന്താണ്? അതിന്റെ പ്രക്രിയ അവിടെ തുടങ്ങുകയായി. അവിടെ പഴുപ്പ് വന്ന് അതിനെ പുറന്തള്ളും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പുറമേ നിന്ന് വരുന്ന ഒരു വസ്തുവും നമ്മുടെ ഉള്ളിൽ വളരാൻ നമ്മുടെ ശരീരം അനുവദിക്കില്ല. എക്സെപ്റ്റ് വാട്ട്? ഏതൊന്നൊഴികെ അമ്മയുടെ ഉദരത്തിൽ വരുന്ന ശിശു എന്ന ആ വലിയ പ്രതിഭാസം ഒഴികെ മറ്റൊന്നും ശരീരത്തിൽ വളരാൻ അനുവദിക്കില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ ചിലപ്പോൾ വളരുന്നില്ലേ? അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ തോൽപ്പിച്ചിട്ടാണ് വളരുന്നത്. അല്ലാതെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ പ്രക്രിയയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിനെയും വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. പുരുഷൻ എന്താ പറയാ? സ്ത്രീക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാ പറയുന്നത്. സ്ത്രീക്ക് മാത്രമാണ് തൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ശിശുവിനെ തൻ്റെ ശരീരത്തിന്റെ ഭാഗം പോലെ സ്വീകരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, ആ ശിശുവിനെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ കരുത്ത് പ്രാപ്തി വരുന്നത് വരെ തൻ്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ആ കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഐതരേയോപനിഷത്ത്. തസ്മാദേനാം ന ഹിനസ്തി, അതുകൊണ്ട് ഒരുവനും അവളെ ഉപദ്രവിക്കുകയില്ല. ഏനാം ന ഹിനസ്തി, ഹിനസ്തി എന്ന് പറഞ്ഞാൽ ഹിംസിക്കില്ല എന്നാണ് അർത്ഥം. ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ എന്ത് ഉപദ്രവം ഏൽപ്പിച്ചാലും അതെല്ലാം ഹിംസയാണ്. ഒരു ഹിംസയും ചെയ്യില്ല സ്ത്രീയെ. എന്നിട്ട് പറയാണ്, എങ്ങനെയാണ് ആ ശിശു, ആ അമ്മ എന്താണ് ചെയ്യുന്നത്? തന്റെ എല്ലാ അവയവവും പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിന് നൽകുകയാണ്. അല്ലേ? അമ്മയുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുടെ അതേ ഗണനയാണ് കൊടുക്കുന്നതെങ്കിൽ, അതേ പ്രാധാന്യമാണ് കൊടുക്കുന്നതെങ്കിൽ അമ്മയുടെ മുഖത്ത് എന്താണ്? അമ്മ അനീമിക്കായ കുഞ്ഞും അനീമിയൊക്കെ ആകണം. പക്ഷെ അങ്ങനെ ആവുന്നില്ല. അമ്മയുടെ മുഖം വിളറുമ്പോഴും കുഞ്ഞിന്റെ മുഖം ചുമന്ന് തന്നെ ഇരിക്കുന്നു. കാരണം എന്താണ്? എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. ആത്മഭൂയം ഗച്ഛതി, ആ ശിശുവുമായി അമ്മ എന്ത് ചെയ്യുന്നു? ആത്മഭൂയം ഗച്ഛതി, ആത്മൈക്യം പ്രാപിക്കുന്നു. താൻ തന്നെയാണ് ആ ശിശു. അങ്ങനെ സ്പന്ദിക്കുന്ന ഹൃദയത്തോടു കൂടിയ ഒരു ജീവിയെ ഉദരത്തിൽ കൊണ്ടു നടക്കാനുള്ള കഴിവ് പുരുഷനില്ല. അതുകൊണ്ട് സാ ഭാവയിത്രി, അവൾ ഭാവനം ചെയ്യുന്നവളാണ്. ഭാവനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കുക. ഭാവനം ചെയ്യുന്ന ബഹുമാനിക്കുക. സാ ഭാവയിത്രി, ഇപ്രകാരം ആ കുഞ്ഞിനെ ബഹുമാനിക്കുന്ന ആ സ്ത്രീ ഭാവയിതവ്യ ഭവതി, അവൾ ഭാവനം ചെയ്യപ്പെടേണ്ടവളാണ്, അവൾ ബഹുമാനിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്ന ഐതരേയോപനിഷത്ത്, വേദത്തിന്റെ, ഐതരേയോപനിഷത്ത് എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ തത്വസംഹിതയാണ് അത്. അപ്പോഴെന്താണ്? അവിടെയുള്ള വൈദിക ദർശനമാണ് അത്. ആ ദർശനം ഇത്രയും സമുന്നതമായ ഒരു സ്ഥാനം സ്ത്രീക്ക് കൊടുക്കുമ്പോൾ, പുരുഷനേക്കാൾ വലിയ സ്ഥാനമാണ് അവിടെ കൊടുക്കുന്നത്. അല്ലേ? പുരുഷന് പോലും അവന്റെ വീട്ടിൽ മരണം വരെ ജീവിക്കാനുള്ള അവകാശമില്ല. പുരുഷന് പോലും തന്റെ ജീവിതത്തിൽ മരണം വരെ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമില്ല. അത് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. വിവാഹം ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. വിവാഹം വിശേഷണയുള്ള വാഹമാണ്. വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കൽ, കൊണ്ടുവരലാണ്. ആ കൊണ്ടുവരലിന് വിവാഹത്തിനുള്ള വിശേഷത എന്താണ്? വിശേഷേണ, മറ്റുള്ളതിൽ നിന്ന്, മറ്റുള്ള വഹനത്തിൽ നിന്ന് വ്യതിരിക്തമായ വിധത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് വിവാഹം എന്ന് പറയുന്നത്. എന്താണ് ഈ വിശേഷണയുള്ള വഹിക്കൽ എന്ന് പറയുന്നത്? വിശേഷണയുള്ള വഹിക്കൽ എന്താണ്? സാധാരണ വഹിക്കുന്ന ആൾക്കാണ് പ്രാധാന്യം. അല്ലേ? നമ്മൾ അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ആ നേരത്തെ തെരുവുനായ കടിക്കാൻ വന്നാൽ ഈ അരി കൊണ്ട് തെരുവുനായ എറിഞ്ഞിട്ട് നമുക്ക് ഓടിപ്പോവാം. അല്ലേ? മറ്റെന്ത് സാധനവും അങ്ങനെയാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തോ അതിനെ കൊണ്ട് പട്ടിയെ എറിയാൻ പറ്റില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? നമ്മളെ കടിച്ചാലും വേണ്ടില്ല, അയാളെ കടിക്കാതെ നോക്കും, അയാളെ സംരക്ഷിക്കും, അയാളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം പ്രാണൻ പോലും കൊടുക്കും. ഇതാണ് എന്തിനുള്ള വ്യത്യാസം? മറ്റുള്ള വഹനത്തിൽ നിന്നും വിവഹനത്തിനുള്ള വ്യത്യാസം അതാണ്. തന്നെയുമല്ല, അവൾ എങ്ങനെയാണ്, നീ എങ്ങനെയുള്ളവളായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത്? സംരാജ്ഞി ശുശ്രംഭവ, വിവാഹമന്ത്രങ്ങളിൽ പറയുന്നതാണ്. വിവാഹമന്ത്രം ദർശിച്ചത് ആരാണ്? സൂര്യ
എന്ന ഋഷികയാണ് വിവാഹമന്ത്രം ദർശിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾക്ക് മന്ത്രത്തിന് അവകാശമില്ല എന്ന് പറയാറുണ്ട്. മന്ത്രം ദർശിച്ചവരിൽ തന്നെ പലരും സ്ത്രീകളാണ്. വിവാഹമന്ത്രം ദർശിച്ചിരിക്കുന്നത് സൂര്യ ആണ്, അല്ലെ? സൂര്യ എന്ന ഋഷികയുണ്ട്. അതുപോലെ തന്നെ വേറെയും പലരുണ്ട്. ജുഗു എന്ന് പറയുന്ന ഋഷിക, പിന്നെ ഗാർഗി, അല്ലെ? സരമ, ഇന്ദ്രാണി, ബഹ്വ്യഹ സന്ധി ഋഷികാഹ. ധാരാളം ഋഷികമാർ ഉണ്ട്. അപ്പൊ അതിൽ പറയാണ്, ആ ഋഷിക പറയാണ്, നീ എങ്ങനെയായിരിക്കണം, വീട്ടിൽ നീ ആരായിരിക്കണം? സമ്രാജ്ഞി ശുശ്രൂംഭവ, സമ്രാജ്ഞി ശുശ്രേ ഭവ, നനാന്തരി സമ്രാജ്ഞി ഭവ, സമ്രാജ്ഞി അതിദേവൃഷു. ആരിലൊക്കെ നീ സമ്രാജ്ഞിയായിരിക്കണം, വെറും രാജ്ഞിയല്ല. സമ്രാജ്ഞി ചക്രവർത്തിനി, കുടുംബത്തിൽ നീ ചക്രവർത്തിനി ആയിരിക്കണം. എങ്ങനെയൊക്കെ? സമ്രാജ്ഞി ശുശ്രൂംഭവ. ശുശ്രു എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ. അമ്മായിയമ്മയ്ക്ക് നീ ആരായിരിക്കണം? രാജ്ഞിയായിരിക്കണം, ചക്രവർത്തിനി ആയിരിക്കണം. സമ്രാജ്ഞി ശുശ്രേ ഭവ. ശുശ്രൻ അമ്മാനച്ചൻ, അല്ലെ? അമ്മായിയമ്മ, അമ്മാനച്ചൻ. അമ്മായി ആയിരുന്ന ആള് ആദ്യം അമ്മായി ആയിരുന്നു, പിന്നെ അമ്മയായപ്പോ അമ്മായിയമ്മ. അമ്മാവനായിരുന്ന ആള് അച്ഛനായപ്പോ അമ്മാനച്ചൻ. അപ്പൊ അമ്മായി അച്ഛനല്ല, അമ്മാനച്ചൻ. അപ്പൊ അമ്മാനച്ചന് മുന്നിൽ നീ ആരായിരിക്കണം? നീ സമ്രാജ്ഞി. നനാന്തരി സമ്രാജ്ഞി ഭവ. നനാന്ത, നാത്തൂൻ എന്നാണ് അർത്ഥം, ഭർത്താവിന്റെ സഹോദരി. ഭർത്താവിന്റെ സഹോദരിമാർക്ക് നീ രാജ്ഞിയായിരിക്കണം. സമ്രാജ്ഞി അതിദേവൃഷു. ദേവരന്മാര്, ദേവരൻ ഭർത്താവിന്റെ സഹോദരൻ. ഭർത്താവിന്റെ സഹോദരന്മാരിൽ നീ ആരായിരിക്കണം? നീ രാജ്ഞിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കുടുംബത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് എത്ര കാലം? ഞാൻ എന്നുമെന്നും ഈ കുടുംബത്തിൽ നിൽക്കില്ല, എന്നുമെന്നും നിന്നോട് കൂടി ഉണ്ടാവില്ല. മരണം വരെ ഈ കുടുംബത്തിൽ ജീവിക്കാനുള്ള അവകാശം ആർക്കാണ്? നിനക്ക് മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് അവളുടെ കരം ഗ്രഹിക്കുന്നത്. ഗൃഭ്ണാമി തേ സൗഭഗത്വായ ഹസ്തം മയാ പത്യാ ജരദഷ്ടിർ യഥാസഹ ഭഗോ അര്യമ സവിതൃപുരംധിർ മഹ്യം ത്വാദുർഗാർഹപത്യായ ദേവാഹ. ഞാൻ നിന്റെ കരം ഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? സൗഭഗത്വത്തിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടി നിന്റെ കരം, നമ്മുടെ കുടുംബം സൗഭാഗ്യമുള്ളതായിരിക്കാൻ വേണ്ടി നിന്റെ കരം ഞാൻ ഗ്രഹിക്കുന്നു. സൗഭഗത്വായ ഹസ്തം മയാ പത്യ ജരദഷ്ടിർ യഥാസഹ. പതിയായ എന്നോടൊപ്പം നീ ജരദഷ്ടി, വാർദ്ധക്യം, വാർദ്ധക്യം വരുന്ന കാലം വരെയും നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നോടൊപ്പം വാർദ്ധക്യം വരയ്ക്കും നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം വന്ന പിന്നെ നിന്നെ ഉപേക്ഷിക്കാന്നുള്ളതല്ല. പിന്നെ എന്താണ്? ഭഗോ അര്യമ സവിതൃപുരംധിർ മഹ്യം ത്വാദുർ ഗാർഹപത്യായ ദേവാഹ. നിന്നെ എനിക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് തന്നിരിക്കുന്നത് ഭഗഹ, ഭഗൻ എന്ന ദേവൻ, വിവാഹത്തിന്റെ ദേവനാണ്. അര്യമാവ്, സൂര്യദേവൻ. സവിതാവ്, മംഗളങ്ങളെ, അതുപോലെ ഊർജത്തെ ഭൂമിയിൽ സവനം ചെയ്യുന്ന, ഭൂമിയിൽ വിതയ്ക്കുന്ന ദേവൻ. സൂര്യദേവന്റെ തന്നെ മറ്റൊരു പ്രവൃത്തി വിശേഷമാണ്. സവിതൃ പുരംധിഹി, പുരങ്ങളെ ധരിക്കുന്നവൻ. പുരങ്ങൾ കുടുംബങ്ങൾ, കുടുംബങ്ങളെ നിലനിർത്തുന്നവനായ ദേവൻ. ഈ ദേവന്മാരെല്ലാം മഹ്യം, എനിക്കായി, ത്വാ അദുഹു, ത്വാ ദുഹു, നിന്നെ തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഹപത്യായ ദേവാഹ, ഗാർഹപത്യത്തിന് വേണ്ടി, ഗൃഹപതിയായിരിക്കുന്നതിനു വേണ്ടി. ഗാർഹസ്ഥ്യം, കുടുംബം നിലനിർത്താൻ, കുടുംബനാഥനായിരിക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ എനിക്ക് തന്നിരിക്കുന്നത്. എപ്പോൾ ഞാൻ കുടുംബഭാരം ഒഴിയുന്നുവോ അപ്പോൾ നിനക്ക് ഇവിടെ ഈ കുടുംബത്തിൽ വസിക്കാം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടുന്ന് വിട്ടുപോയിക്കൊള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പോകുന്നത് ആരാണ്? പോകുന്നത് ഈ വധുവിനെ കൊണ്ടുവരുന്നവനാണ് പോകുന്നത്, അല്ലാതെ ആരല്ല? വധു അല്ല. വധുവിന് ഒരിക്കലും അവിടുന്ന് പോകേണ്ട ആവശ്യം ഇല്ല. അതും ആരാണ് വിധിക്കുന്നത്? സ്മൃതിയാണ് വിധിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗൃഹസ്ഥൻ പോയിക്കൊള്ളണം. എപ്പോൾ പോകണം? ഗൃഹസ്ഥസ്തു യഥാ പശ്യേത് വലിപരിതം ആത്മനഃ അപത്യസ്യ തഥാപത്യം തഥാ അരണ്യം സമാശ്രയം. ഗൃഹസ്ഥൻ എപ്പോഴാണോ തൻ്റെ ദേഹത്ത് എന്താണ് ജരാനരകൾ കാണുന്നത്, പിന്നെ അപത്യസ്യ തഥാ അപത്യം, അപത്യം സന്തതി, സന്തതിയുടെ സന്തതി, അത് പേരക്കുട്ടിയെ. അപ്പൊ ശരീരം എന്താണ്? ആകെ ചുളിവുകളൊക്കെ വരിക, നരയ്ക്കുക. എന്താണ്? എൻ്റെ മുഴുവൻ നരച്ചിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ നിർത്തുന്നത് ഇപ്പോഴും. അപ്പോ
അങ്ങനെ കാണുകയും അപത്യസ്യ അപത്യം, സന്തതിയുടെ സന്തതിയെയും കാണുക. അത് കണ്ടാൽ എന്താണ്? അരണ്യം സമാശ്രയേ, നേരെ പോയിക്കൊള്ളുക. എവിടേക്ക്? കാട്ടിലേക്ക് പോയിക്കൊള്ളുക. അല്ലേ? നമ്മുടെ ടൈഗർ റിസോർട്ട് ഉണ്ട്, അവിടേക്ക് പോയിക്കൊള്ളുക. കുമളിയിൽ നിന്ന് എപ്പോഴാ ബസ് എന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞോട്ടോ എന്ന് ശരിക്കും പറയും. ഏത്? പേരക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ കണ്ടില്ലേ, കൊണ്ടുവന്ന് കാണിച്ചു തരും. എന്നിട്ട് നാളെ കുമളിക്ക് എപ്പോഴാ വണ്ടി എന്ന് അന്വേഷിച്ചിട്ട് വരൂ, KSRTC പോയിട്ടെന്ന് പറയും. ഇല്ലേ? അപ്പൊ എങ്ങനെ വേണം? സംത്യജ്യ ഗ്രാമ്യമാഹാരം, ഗ്രാമ്യമായ ആഹാരം മുഴുവൻ ത്യജിക്കണം. ഗ്രാമ്യമായ ആഹാരം, അപ്പൊ നമുക്ക് കിട്ടിയ കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ ഗ്രാമ്യമായ ആഹാരമാണ്. അല്ലെ? ചോറ്, ഇഡ്ഡലി, ദോശ, എവരിത്തിങ് ഗ്രാമ്യം, എല്ലാം ഗ്രാമ്യമായ ആഹാരമാണ്. അതൊന്നും പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. സർവം ചാപി പരിച്ഛദം, എല്ലാ പരിച്ഛദങ്ങളും എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള വാഹനം, വേലക്കാര്, സമ്പത്ത് എല്ലാം നമ്മുടെ പരിച്ഛദങ്ങളാണ്. അതെല്ലാം ഉപേക്ഷിക്കണം. പിന്നെ അതിനൊരു അധികാരമില്ല. എന്നിട്ടോ പുത്രേഷു ധാരാം വിന്യസ്യ, ധാര എന്ന് പറഞ്ഞാൽ ഭാര്യ, ധർമ്മധാരങ്ങൾ എന്ന് പറയും. ഇപ്പോഴും ബഹുവചനത്തിൽ മാത്രം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ധാരാഹ എന്നുള്ളത്. ബഹുവചനത്തിൽ മാത്രം പ്രയോഗിക്കുന്ന പദം പുല്ലിംഗവുമാണ് ബഹുവചനവുമാണ്. അത്ര ബഹുമാനമാണ് നാം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇങ്ങനെ പറഞ്ഞത്, പാപയോനേഹ എന്നുള്ള പദം വ്യാഖ്യാനിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു. അപ്പോ മക്കളെ, അമ്മയെ എന്താണ് മക്കളിൽ ഏൽപ്പിക്കുക? മക്കളെ അമ്മയെ നോക്കിക്കൊള്ളണം. അച്ഛൻ പോയാലും അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അമ്മയെ നോക്കിക്കൊള്ളണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വനം ഗച്ഛേത്, എന്ത് ചെയ്തോളണം? കാട്ടിലേക്ക് പോയിക്കൊള്ളണം. തയാ അഭിവാ, ചിലപ്പോ സ്ത്രീകൾ വല്ലാതെ നിർബന്ധിക്കുകയാണെങ്കിൽ അവരെയും വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് മാത്രമല്ല. ശ്രീരാമൻ പോയപ്പോ സീത പോയതുപോലെ വല്ലാതെ നിർബന്ധമാണെങ്കിൽ അതിന്റെ പേരിൽ അവിടെ കോലാഹലമൊന്നും ഉണ്ടാക്കണ്ട എന്നർത്ഥം. അങ്ങനെ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അപ്രകാരമുള്ള സ്ത്രീ, അവിടെയാണ് മനുവിന്റെ വിധി വരുന്നത്. എന്താണ്? ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനു പറഞ്ഞു. ഇത്രയും കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് മനസ്സിലാക്കാൻ. സ്ത്രീക്കുള്ള എല്ലാ അവകാശങ്ങളും അടിവരയിട്ട് ഉറപ്പിച്ച വിധിയാണത്. അതിന്റെ പേരിലാണ് മനുവിനെ ഇന്നും ചീത്ത വിളിച്ചുകൊണ്ട് ആളുകൾ നടക്കുന്നത്. ഒരു സംസ്കൃതത്തില്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംസ്കൃത പ്രൊഫസറാണ് പ്രൊഫസർ KG പൗലോസ്. കേട്ടണം, മിക്കവാറും എല്ലാവരും കേട്ടണം പ്രൊഫസർ KG പൗലോസ് എന്ന്. ഡോക്ടർ KG പൗലോസ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊരിക്കൽ പോയി, ഒരിക്കലല്ല പലതവണ പോയിട്ടുണ്ട്. ആദ്യം പോയപ്പോ ഞാൻ വീട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, ഇതിലെ നേരെയാണ് പൊക്കോളൂ, അതിലോട്ട് പോയാൽ ഇടതുവശത്ത് മനുസ്മൃതി എന്ന് പറഞ്ഞൊരു വീട് കാണും, അതാണ് അദ്ദേഹത്തിന്റെ എന്ന്. അപ്പൊ അദ്ദേഹം ഒരു നല്ല ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷ സഹയാത്രികന്റെ വീട്ടുപേര് മനുസ്മൃതി എന്നാണ്. ഇതെന്താ ഇപ്പത്? ഞാനിങ്ങനെ ആകെ അമ്പരന്ന് പോയി. ചിലപ്പോ ചെന്ന് നോക്കിയപ്പോ ഞാൻ ഇതന്നെയല്ല, ഇത് വേറെ വല്ല പൗലോസുകാരന്മാരുണ്ടാവോ എന്ന് വിചാരിച്ച് ഞാൻ ചെന്നിട്ട് ബെല്ലടിച്ചു. അപ്പൊ ഒരു മദാമയാണ് പുറത്ത് വന്നത്. ഞാൻ വിചാരിച്ചത് കുഴപ്പമായിരിക്കുന്നു ആകെ. അപ്പൊ ഞാൻ ചോദിച്ചു, "Can I see പ്രൊഫസർ പൗലോസ്? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്?" എന്ന് ചോദിച്ചു. ഒരു മദാമയായിരുന്നു. ഞാൻ പറഞ്ഞു, "മാഡത്തിന് ഇംഗ്ലീഷ് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത്" എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, "ഞാൻ മലയാളം പഠിക്കാൻ വന്നതാണ്" എന്ന് പറഞ്ഞു. പൗലോസ് സാറിന് വീട്ടിൽ താമസിക്കുക, എന്നിട്ട് മലയാളവും അത്യാവശ്യം സംസ്കൃതമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദാമ അവിടെ. അപ്പൊ പൗലോസ് സാർ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് മനു, മകളുടെ പേരാണ് സ്മൃതി, വീടിന്റെ പേര് മനുസ്മൃതി. അപ്പോഴാണ് എനിക്ക് ആ കൺഫ്യൂഷൻ ആയത്. ഇങ്ങനെ ഈ ഇടതുപക്ഷക്കാരി മനുസ്മൃതി എന്ന് പേരിടും. ഞാൻ വാസ്തവത്തിൽ അവിടുന്നാണ് ഞാൻ മനുസ്മൃതി കുറച്ച് ഗൗരവമായിട്ട് നോക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന പോലെ നിന്ദ്യമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാനും അങ്ങനെ നടക്കാം. അപ്പോഴാണ് എന്താണ് ഇവിടെ ഈ പറയുന്നത്, അല്ലേ? എന്താ? പിതാ രക്ഷതി കൗമാരേ, കൗമാരത്തിൽ അച്ഛൻ രക്ഷിക്കുന്നു ഒരു പെൺകുട്ടിയെ. ഭർത്താ രക്ഷതി യൗവനെ, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കുന്നു. പുത്രോ രക്ഷതി സ്ഥവിരേ, സ്ഥവിരേ പുത്രോ രക്ഷതി സ്ഥവിരേ, സ്ഥവിരം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, വാർദ്ധക്യത്തിൽ പുത്രൻ രക്ഷിക്കുന്നു. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ സ്വാതന്ത്ര്യം? വാക്യം ശരിയാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. എന്താണ് സ്വാതന്ത്ര്യം? തന്ത്രി, തന്ത്രി എന്നൊരു പദമുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവും, ക്ഷേത്രത്തിൽ ഉണ്ടാവും തന്ത്രി, അല്ലേ?
ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ പറ്റിയിട്ട് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ആരോടാണ്? ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല, തന്ത്രിയോട് വേണം ചോദിക്കാനായിട്ട്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആറന്മുള ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ഉയരം കുറച്ചൊന്നാണ് കുറയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്തുണ്ടാക്കാം? എവിടെ ഒരു എയറോഡ്രോം ഉണ്ടാക്കാം. കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ആരോടാ ചോദിക്കേണ്ടത്? എഞ്ചിനീയറോട് ചോദിച്ചാൽ പോരെ? എഞ്ചിനീയറോട് ചോദിക്കണമായിരുന്നു. എഞ്ചിനീയറോട് ചോദിച്ചാൽ എഞ്ചിനീയർ പറയും ഉയരം കുറയ്ക്കല, ഞാൻ കടയോടെ അത് മുറിച്ച് മാറ്റി തരാമെന്ന് പറയും എഞ്ചിനീയറിന്. പക്ഷെ തന്ത്രിയോട് ചോദിച്ചാൽ തന്ത്രി പറയും ഇതിന്റെ പൊക്കം ഇത്രയാണ്, കാരണം ഇവിടെ അകത്തൊരു പ്രതിഷ്ഠയുണ്ട്. ഈ പുറത്ത് കാണുന്ന കെട്ടിടമല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ദേവതയുണ്ട്. അതിന് ആ പ്രതിഷ്ഠയ്ക്ക് അനുസൃതമാണ്, അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആണ് എന്ത്? ഈ കൊടിമരം. അതുകൊണ്ട് ഇതിന്റെ നീളം 1 ഇഞ്ച് പോലും കുറയ്ക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രി, എന്തുകൊണ്ട് തന്ത്രിയാണ് അദ്ദേഹം? തന്ത്ര്യതേ ധാര്യതേ ഇതി തന്ത്രി, തന്ത്ര്യതേ ധാര്യതേ അനേന ഇതി തന്ത്രി. ഇദ്ദേഹത്താലാണ് ഇതിന്റെ ആചാരങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്? രക്ഷിക്കപ്പെടുന്നത്. തന്ത്ര്യതേ രക്ഷ്യതേ ഇത് തന്ത്രി. ആരാണോ ഇതിനെ രക്ഷിക്കുന്നത് അതാണ് തന്ത്രി. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലാകുമ്പോൾ ഒരു കുടുംബത്തിന്റെ ധാരണോപാധികളാണ് അതിന്റെ തന്ത്രം. ഒരു കുടുംബം നിലനിർത്താൻ എന്തെല്ലാം അവിടെ ആവശ്യമാണോ അതെല്ലാം ആ കുടുംബത്തിന്റെ തന്ത്രമാണ്. ഇപ്പൊ കൃഷിയുള്ള കുടുംബമാണ്, നെൽകൃഷി ഉണ്ടെന്ന് വിചാരിക്കുക. വയല് ഉഴുന്നതും വിത്ത് വിതയ്ക്കുന്നതും പുല്ല് പറിക്കുന്നതും കൊയ്യുന്നതും എല്ലാം എന്താണ്? എല്ലാം അതിന്റെ തന്ത്രമാണ്. ആ തന്ത്രം ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അവൾ സ്വതന്ത്രയാണ്, തൻ്റെതായ തന്ത്രത്തോടു കൂടിയവളാണ്. അവളാണ് അതിന്റെ അധികാരി. ഏൽപ്പിക്കണം, സ്ത്രീയെ ഏൽപ്പിക്കണം. പിന്നെന്താണ്? ശൗചേ ധർമ്മേ അന്നപക്ര്യാം ച പാരിണാഹ്യസ്യ ച ഈക്ഷണേ. കുടുംബത്തിന്റെ ശുദ്ധിയുടെ കാര്യത്തിൽ, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, കുടുംബം വൃത്തിയായി, ഭവനം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ, അതുപോലെ തന്നെ എന്തിനാണ്? അന്നപക്ര്യം, ഭക്ഷണത്തിന്റെ പാകത്തിൽ അതിന്റെ ചുമതല. പാരിണാഹ്യസ്യ വ ഈക്ഷണേ, പാരിണാഹ്യത്തിന്റെ ഈക്ഷണത്തിലും. പാരിണാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാഹിയായ, വിശാലമായ എന്നല്ലേ അതിന്റെ അർത്ഥം? പരിണാഹി രൂപം ജാതാസ്തദൂർവോ രൂപമാനവാക്യാഹ. സാരം കേട്ടിട്ടുള്ളതല്ലേ? പരിണാഹിയായ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തൃതമായ, വിശാലമായ കുടുംബത്തിന്റെ സ്വത്തിലും അതിന്റെ മേൽനോട്ടത്തിലും അവളെ നിയോഗിക്കണം. എസ്റ്റേറ്റ് മാനേജര് ആരാണ്? സ്ത്രീയാണ്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം സ്ത്രീയിലായിരിക്കുമ്പോൾ അതേസമയം അവൾ ആരാണ്? സ്ത്രീയും കൂടിയാണ്. സ്ത്രീയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈശവത്തിൽ കൗമാരെ പിതാ രക്ഷതി, കൗമാരം, കുമാരിയായിരിക്കുമ്പോൾ അല്ലെ? കുമാരി, നമ്മള് ഇപ്പോ നവരാത്രി വന്നപ്പോ നമ്മൾ എന്താണ്? കുമാരി പൂജയൊക്കെ നടത്തി അല്ലെ? 9 ദിവസം 9 കുട്ടികളെ പൂജിച്ചു. അതിൽ ആദ്യത്തെ ദിവസം കുമാരി ആരാണ്? 2 വയസ്സുള്ള കുട്ടിയാണ് കുമാരി. 3 വയസ്സാവുമ്പോൾ അവൾ ആരായി തീർന്നു? ത്രിമൂർത്തിയായി തീർന്നു അല്ലെ? ആ വിധത്തിൽ അങ്ങനെ അങ്ങ് പോകുന്നു. അവൾ ശാംഭവിയാകുന്നു അല്ലെ? ആ വിധത്തിൽ പിന്നെ അവസാനം എന്താണ്? സുഭദ്ര വരെയാകുന്നു. ഇപ്പൊ കുമാരി എന്ന് പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്നു എന്നാണ് അർത്ഥം. ചെറുപ്പത്തിൽ അച്ഛൻ രക്ഷിക്കുന്നു. ഭർത്ത രക്ഷതി യൗവനെ, യുവതിയായിരിക്കുമ്പോൾ അവിടെ ആര് രക്ഷിക്കണം? ഭർത്താവ് രക്ഷിക്കണം. യുവതിയാകുമ്പോൾ എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീയാകുമ്പോൾ എന്നാണ്. പെൺകുട്ടി സ്ത്രീയാകുമ്പോൾ ആരെ ഏൽപ്പിക്കണം? ഭർത്താവിനെ ഏൽപ്പിക്കണം. അതായത് വിവാഹം ചെയ്തു കൊടുക്കണം. എന്നിട്ട് എത്ര കാലം വരെ നോക്കണം? പെൺകുട്ടിയെ നോക്കണം. കുറച്ചു കാലം അച്ഛൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 കൊല്ലത്തേക്ക് അച്ഛൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് നോക്കണം. 2 കൊല്ലവും അച്ഛൻ വിവാഹം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോവാം. ഇതും മനു പറഞ്ഞിട്ടുണ്ട്. അതെന്താവില്ല? അത് അച്ഛനെ ധിക്കരിക്കലാവില്ല. വിവാഹപ്രായമായാൽ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ചുമതല അച്ഛൻ്റെതാണ്. അതിന് ഒരു സമയം, ഉടനെ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അച്ഛനോട് വിവാഹം കഴിക്കാൻ പറയാൻ പാടില്ല. അതിനൊരു സമയം അച്ഛൻ അനുവദിക്കുക. അത്രയും സമയം കൊണ്ട് അച്ഛൻ വിവാഹം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് സ്വേച്ഛാചാരിത്വമാണ് ആ കാര്യം. സ്വന്തം ഇഷ്ടമനുസരിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാം. അതാണ് അവിടെ നിയമം.
അപ്പൊ ഭർത്ത രക്ഷതി യൗവനെ, ഭർത്ത രക്ഷതി യൗവന്, രക്ഷിക്കുന്നു എന്നാണ്, അടക്കി ഭരിക്കുന്നു എന്നല്ല. പലരും വിചാരിച്ചുള്ളത് എന്താണ്? അടക്കി ഭരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അടക്കി ഭരിക്കലല്ല ഉണ്ടാകണം. കാരണം എന്താണ്? അവളുടെ ചുമതലകൾ വലുതാണ്, അല്ലേ? കുടുംബം, ഭവനം വൃത്തിയായി സൂക്ഷിക്കണം, കുട്ടികളെ രക്ഷിക്കണം, ധാർമ്മികമായ കാര്യങ്ങൾ നോക്കണം, കുടുംബത്തിന്റെ സ്വത്ത് സംരക്ഷിക്കണം. സർവ്വ ചുമതലകളും സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. പുരുഷൻ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അല്ലാണ്ട് മടിയനായിട്ടിരിക്കുകയല്ല. അപ്പോ അതിന്റെ മുഴുവൻ മാനേജ്മെന്റ് സ്ത്രീ ആയിരിക്കുമ്പോൾ അവൾക്ക് ഒരു രക്ഷയായി ഭർത്താവ് അവളോടൊപ്പം ഉണ്ടായിരിക്കണം. അവൾ സ്വതന്ത്രയാണെങ്കിൽ താൻ തന്നെ ഈ പറഞ്ഞ എല്ലാ ചുമതലകളും നിർവഹിക്കുക എന്നുള്ള ദുസ്സാഹമായിട്ടുള്ള ഒരു കാര്യമാണ് അവളിൽ വരുന്നത്. പലപ്പോഴും ദുസ്സഹവുമാകും. കാരണം ആരാണ്? അവൾ സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? കുലത്തെ വിസ്തൃതമാക്കുന്നവൾ. സ്ത്രീ അല്ലേ? വിസ്തൃതമാക്കുക അല്ലെ? വിസ്തൃതി, വിസ്തീർണം, ഈ പദമൊക്കെ നമ്മൾ പറയാറുണ്ട്. എത്ര സ്ഥലത്ത് ഇത് വ്യാപിച്ചിരിക്കുന്നു, അതാണ് വിസ്തൃതം. അതുകൊണ്ട് അവൾ സ്ത്രീയാവുന്നത് കൊണ്ട് തന്നെ അവൾക്കുണ്ടാകുന്നതായ പല വിധത്തിലുള്ളതായ മേലായികകളുണ്ട്, പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവിടെ രക്ഷയായി പുരുഷൻ ഉണ്ടായിരിക്കണം, സഹായമായിട്ട് പുരുഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്തല്ല, അവളെ അടക്കി ഭരിക്കണം എന്നല്ല. പിന്നെയും എന്തുപോലെയായിരിക്കണം? ചെറുപ്പത്തിൽ അച്ഛൻ രക്ഷിക്കുന്നത് പോലെയും വാർദ്ധക്യത്തിൽ മക്കൾ രക്ഷിക്കുന്നത് പോലെയും ആയിരിക്കണം ഭർത്താവിന്റെ രക്ഷണം. ശരിക്ക് നല്ല കുടുംബങ്ങൾ ഉള്ളിടത്ത്, നല്ല ഭാര്യാഭർത്തൃ ബന്ധമുള്ളിടത്ത് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു സ്ത്രീ എങ്ങനെയാണ് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ പെരുമാറുക? പലപ്പോഴും അവൾ കുട്ടിയെ പോലെ പെരുമാറും, മകളെ പോലെ പെരുമാറും, ഇല്ലേ? മകളെ പോലെ പെരുമാറും പലപ്പോഴും അവള്, ഇല്ലേ? ഭർത്താവിന്റെ മടിയിൽ വന്ന് കയറിയിരുന്നു വരും ചിലപ്പോ, അല്ലേ? മകളെ പോലെ പെരുമാറും, അച്ഛൻ രക്ഷിക്കുന്നത് പോലെ. ചിലപ്പോൾ അവൾ എന്ത് ചെയ്യും? അമ്മയെ പോലെ ശാസിക്കും, ഇല്ലേ? അമ്മയെ പോലെ ശാസിക്കും, അല്ലെ? എണ്ണ തേച്ച് കുളിക്കാത്ത ഭർത്താവ് ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് കുറെ എണ്ണ കൊണ്ടുവന്ന് തലയിൽ ഒറ്റ കമത്താണ് കമത്തും. അമ്മയെ പോലെ ഓടുന്നാണ് കുളിക്കുക, എന്താ വരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെയും ചെയ്യാറില്ലേ? അമ്മയെ പോലെ ശാസിക്കുകയും ചെയ്യും. അപ്പോ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം? അവൾ അവിടെ മകളെപ്പോലെയും അമ്മയെപ്പോലെയും കാമുകിയെപ്പോലെയും അവൾ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടാകണം. ഈ സ്വാതന്ത്ര്യത്തെ ഒരു സ്ത്രീക്ക് തന്റെ ഇഷ്ടം പോലെ ഒരു കുടുംബത്തിൽ പെരുമാറാൻ എല്ലാവിധത്തിലും മകളെന്നുള്ള പരിഗണനയും കാമുകി എന്ന പരിഗണനയും അമ്മ എന്ന പരിഗണനയും എല്ലാ പരിഗണനയും ഒരു സ്ത്രീക്ക് കിട്ടത്തക്ക വിധത്തിൽ വേണം സ്ത്രീയോട് പെരുമാറാൻ എന്ന് പുരുഷനെ താക്കീത് ചെയ്ത മനുവിനെയാണ് നമ്മൾ ചീത്ത വിളിക്കുന്നത്. അപ്പോ ആ വിധത്തിലല്ല ഇവിടെ. അതുകൊണ്ടാണ് പിന്നെയും നിയമങ്ങൾ പലതും പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കുടുംബത്തിൽ ബലവത്തായ ഒരു വീടിനുള്ളിൽ അടച്ചിട്ട് ചുറ്റുപാടും ശക്തന്മാരായ കാവൽക്കാരെ നിർത്തിയാലും ഒരു സ്ത്രീയെ രക്ഷിക്കാൻ സാധ്യമല്ല. സ്ത്രീയെ രക്ഷിക്കുന്നത് അവളുടെ മനോഗുണങ്ങളാണ് അവളെ രക്ഷിക്കുന്നത്. സ്ത്രീയെ രക്ഷിക്കുന്നത് സമാധി രക്ഷതി സ്ത്രീയം. ആര് പറയുന്നുണ്ട്? സീതാദേവി പറയുന്നുണ്ട്, ലക്ഷ്മണനോട് പറയുന്നുണ്ട് രാമായണത്തിൽ. ലക്ഷ്മണ, ചേട്ടൻ എന്താ ശബ്ദം കേൾക്കുന്നു ചേട്ടന്റെ, നീ പോയി നോക്ക് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങയെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളതല്ലേ, നീ പോയി നോക്ക് ലക്ഷ്മണ. ലക്ഷ്മണൻ പലതും പറഞ്ഞു, ഏയ് ജ്യേഷ്ഠൻ അങ്ങനെ കരയില്ല, അതൊക്കെ ശരി, നീ ഇപ്പൊ പോയി നോക്ക്. അപ്പോ അങ്ങയുടെ രക്ഷണമാണ് എന്റെ ചുമതല. സമാധി രക്ഷതി സ്ത്രീയം നതേ ബാണാഹ. എത്ര ചങ്കൂറ്റത്തോടുള്ള മറുപടിയാണ്. സമാധി, സ്ത്രീയുടെ സമാധി. എന്താ സമാധി എന്ന് പറഞ്ഞാൽ? സമ്യക് ആധാനം ചെയ്യൽ. ആധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രീകരിക്കുക. ഗർഭാധാനം എന്നൊക്കെ പറയുന്ന പോലെ മനസ്സിന്റെ ശക്തിയെ കേന്ദ്രീകരിക്കുക. അത് പതറിപ്പോകാതിരുന്നാൽ, മനസ്സ് പതറാതിരിക്കുന്ന അവസ്ഥ സമാധാനം ചെയ്യുന്നത്. ഇതാണ് സമാധാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സമാധി. സമാധി രക്ഷതി സ്ത്രീയം നതേ ബാണാഹ. നിന്റെ ബാണങ്ങളല്ല ലക്ഷ്മണ സ്ത്രീയെ രക്ഷിക്കുന്നത്, അവളുടെ മനസ്സിന്റെ ശക്തിയാണ് എന്ന് ലക്ഷ്മണനോട് അവർ പറയുന്നുണ്ട്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എടുത്തുകൊണ്ടുപോകാനേ പറ്റുള്ളൂ, അല്ലെ? ശാരീരികമായിട്ട് എടുത്തുകൊണ്ടുപോകാനേ പറ്റുള്ളൂ. അത് രാവണന്റെ അത്ര ഭാരമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ സ്ത്രീത്വത്തിലേക്ക് കടന്നു കയറാൻ ആർക്ക് കഴിഞ്ഞില്ല? രാവണന് കഴിഞ്ഞില്ല. അതാണ് സ്ത്രീയുടെ
സമാധി എന്ന് പറയുന്നത്. സ്ത്രീയുടെ ആ ശക്തി കൊണ്ട് തന്നെയാണ് അവിടെ അവൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. സമാധി രക്ഷതി സ്ത്രീയം നതേ ബാണാഹ. അതാണ്. പിന്നെയും പറയുന്നു പലയിടത്തും സ്ത്രീ ആരാണ്? സഖ. വിവാഹത്തിന്റെ മന്ത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി സ്ത്രീക്ക് എത്രമാത്രം അധികാരം ഒരു കുടുംബത്തിലുണ്ട് എന്നുള്ളത്. ആ അധികാരം അവൾ പ്രയോഗിക്കുന്നതായും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയോ? നമ്മൾ രാമായണം പഠിച്ചിട്ടുണ്ട്, മഹാഭാരതം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ദർശനങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടില്ല. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. അതെല്ലാം വൈദികങ്ങളാണ്, വേദത്തിലാണ് അതിനെക്കുറിച്ച് സുസ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളത്. ആ വേദത്തിലെ വകുപ്പുകൾ അനുസരിച്ച്, ആ വേദത്തിൽ പറയുന്ന നിയമങ്ങൾക്കനുസൃതമായി ഉണ്ടാക്കിയിട്ടുള്ള ധർമ്മ നിയമങ്ങളാണ് ഏത് നമ്മുടെ സ്മൃതികൾ എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് എന്താണ് സ്ത്രീയെക്കുറിച്ച് പറയാണ്, നീ സഖ 7 ചുവട് വെപ്പിക്കുക. വിവാഹത്തിന്റെ മന്ത്രത്തിൽ 7 ചുവട് വെപ്പിക്കുന്നുണ്ട് അല്ലേ? 7 ചുവട് വെപ്പിക്കും. പെൺകുട്ടിയുടെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ വെപ്പിക്കും. 7 പ്രാവശ്യം വെപ്പിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ മന്ത്രമാണ്. ഇഷ ഏകപതി ഭവ സാമാം അനുവ്രതാ ഭവ പുത്രാൻ വിന്ദേവഹൈ ബഹൂൻ തേ സന്തു ജരദഷ്ടയഃ. ഇഷ ഏകപതി ഭവ, നീ ബലത്തിനു വേണ്ടി ഒരു ചുവട് വെക്കുക എന്നോടൊപ്പം. നീയും ഞാനും ഒന്നിച്ചു നീങ്ങിയാൽ എന്താണ്? അതൊരു ബലമാണ്. ബലത്തിനായി എന്നോടൊപ്പം നീ ഒരു ചുവട് വെക്കുക. സാമാം അനുവ്രതാ ഭവ, നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കുക, അനുവ്രതയായിരിക്കുക. പുത്രാൻ വിന്ദേവഹൈ ബഹൂൻ, നമുക്ക് ധാരാളം മക്കളുണ്ടാകട്ടെ. തേ സന്തു ജരദഷ്ടയഃ, അവരെല്ലാം പുരുഷായുസ്സോളം ജീവിക്കുന്നവരാകട്ടെ, വാർദ്ധക്യം വരേക്കും ജീവിക്കുന്നവരാകട്ടെ. അതാണ് ഈ ഭാഗമൊക്കെ ഇഷ ഏകപതി ഭവ. ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നെ 6 പ്രാവശ്യവും പറയുന്നുണ്ട്. ആദ്യ വാക്യം മാത്രം മാറ്റുന്നു. പിന്നെന്താണ്? ഊർജേ ദ്വിപതി ഭവ, ഊർജത്തിന് വേണ്ടി രണ്ടാമത്തെ ചുവട് വെക്കുക. പിന്നെ പുത്രാൻ വിന്ദേവഹൈ, അതൊക്കെ അവിടെ അങ്ങനെ പോകുന്നു. ഊർജം നീ എന്നോടൊപ്പം നിന്നാൽ അതെന്താണ്? അതൊരു ഊർജമാണ്. ഊർജത്തിനായി അല്ലേ? അങ്ങനെയല്ലേ ഒരാൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നു? അതല്ല, താൻ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? അല്ലെ? ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. ആ കുടുംബിനി തന്നോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിന്റെ ഊർജം ഒന്ന് വേറെ തന്നെയാണ്. ഊർജേ ദ്വിപദീഭവ സാമാമനുവ്രതാഭവ. അതിരിക്കട്ടെ. പിന്നെന്താണ്? രായസ്പോഷായ ത്രിപദീഭവ. രായ എന്ന് പറഞ്ഞാൽ റിച്ച്നെസ്, സമ്പത്തിന്റെ പോഷണത്തിന് വേണ്ടി നീ എന്നോട് അടുത്ത ചുവട് വെക്കുക, മൂന്നാമത്തെ ചുവട് വെക്കുക. മയോഭവ്യായ ചതുഷ്പദീഭവ. മയഹ സൗഖ്യം, ജീവിതത്തിലെ സൗഖ്യത്തിനായി എന്നോടൊപ്പം നീ നാലാമത്തെ ചുവട് വെക്കുക. പ്രജാഭ്യ പഞ്ചപദീഭവ, മക്കളുണ്ടാകണം നമുക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജകൾക്കായി അഞ്ചാമത്തെ ചുവട് വെക്കുക. ഋതുഭ്യ ഷഡ്പദീഭവ, ഋതുക്കൾക്കായി നാം നല്ല മനസ്സോടുകൂടി സൗമനസ്യത്തോടുകൂടി നീങ്ങിയാൽ, നമ്മളിൽ അശാന്തി നിറയുന്നില്ലെങ്കിൽ ഋതുക്കൾ പോലും നമുക്ക് അനുകൂലമായിരിക്കും. ഋതുഭ്യ ഷഡ്പദീഭവ സഖാ സപ്തപദീഭവ. സഖിത്വത്തിന് ഞാനും നീയും സഖാക്കളായിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാ? സപ്തപതി. ഏഴാമത്തെ ചുവട് വെച്ചാൽ ഭാര്യയും ഭർത്താവും തുല്യരാണ്. സഖ സമാനം ഖ്യായതേ ഇതി സഖ, തുല്യമായി അറിയപ്പെടുന്നവരാണ് ആര്? സഖാക്കൾ എന്ന് പറയുന്നത്. സഖേ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം അതാണ്, തുല്യമായിരിക്കുന്നതിന് വേണ്ടി. അപ്പോ ഏഴാം ചുവട് വെച്ചപ്പോൾ എന്താണ്? സഖിത്വം വന്നു. ഈ സഖിത്വം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. എവിടെയാണ് ഈ സഖിത്വം പ്രയോഗിച്ചത്? കൃത്യമായിട്ട് പ്രാണൻ പോയാലും ഈ സഖിത്വത്തിൽ നിന്ന് പിന്മാറാത്ത ദാമ്പത്യം നാം കാണുന്നുണ്ട്. എവിടെയാണ് ഈ ദാമ്പത്യം നമ്മൾ കാണുന്നത്? രാമായണത്തിൽ നോക്കുക. ഒരു ചക്രവർത്തി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കണം, അല്ലേ? കൈകേയിയോട് പറഞ്ഞു, നീ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്ക് വരവൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണ്? എന്റെ ഭർത്താവ് സ്വസ്ഥമായി നടക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഭർത്താവ് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിനാണ് വരം? ദ്രൗപദി കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ദ്രൗപദിയോട് പറഞ്ഞു, നീ 3 വരം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ധൃതരാഷ്ട്രർ. എന്താണ് കാരണം? നിന്നെ വല്ലാതെ അധിക്ഷേപിച്ചു, അല്ലെ? നിന്റെ കേശാംബര ആകർഷണം ചെയ്തു, നിന്റെ മുടി പിടിച്ചു വലിച്ചു, നിന്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. നീ 3 വരങ്ങൾ ചോദിച്ചുകൊള്ളൂ. ശരി, ആദ്യത്തെ വരം കൊണ്ട് എന്റെ ഭർത്താവുമായിട്ടുള്ള യുധിഷ്ഠിരനെ മോചിപ്പിക്കുക. യെസ്. രണ്ടാമത്തെ വരം ആയിട്ട് എന്റെ മറ്റു ഭർത്താക്കന്മാരെയും യോജിപ്പിക്കുക. മൂന്നാമത്തെ വരം അങ്ങയുടെ കയ്യിലിരുന്നോട്ടെ, എനിക്ക് വേണ്ട. എന്താണ് കാരണം? എന്റെ ഭർത്താക്കന്മാർ സ്വതന്ത്രരായി നടക്കുന്നുണ്ടെങ്കിൽ ഒരു വരവും എനിക്ക് വേണ്ട. ഇത് തന്നെയാണ് കൈകേയിയും പറഞ്ഞത്. അല്ലെങ്കിൽ വരം ചോദിക്കണമായിരുന്നു, ചോദിച്ചിട്ടില്ല. എപ്പോഴാണ് വരം ചോദിക്കുന്നത്? ഒരു ചക്രവർത്തി തീരുമാനിക്കുകയാണ്
തന്റെ മകൻ പുത്രൻ രാമൻ, ആ രാമനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ചക്രവർത്തി. അതിനുള്ള സന്നാഹങ്ങളെല്ലാം രാജ്യത്ത് നടക്കുന്നു. രാമനെ വിളിച്ചു പറഞ്ഞു, രാമ നീ ഇവിടെ വരിക, നീ ആ സീതയെ വിളിച്ചോളൂ, രണ്ടുപേരും പോയിട്ട് വ്രതമനുഷ്ഠിക്കുക, നാളെ നിന്റെ അഭിഷേകമാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ രാമനും സീതയും വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മന്ദരയുടെ പ്രലോഭനത്തിന് വഴങ്ങി കൈകേയി വരം ചോദിക്കുന്നു. മന്ദര ചീത്ത സ്ത്രീ അല്ല കേട്ടോ, മന്ദര നല്ല ഡ്യൂട്ടി ബൗണ്ട് ലേഡി ആണ് മന്ദര. മന്ദര ഒരിക്കലും എന്തല്ല ഒരു ചീത്ത സ്ത്രീയാണെന്ന് വിചാരിക്കരുത്. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയാൽ അങ്ങനെ മന്ദരയെ കുറിച്ച് നിങ്ങൾ വേണ്ടാത്ത ചിന്തിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ നേരം ഇല്ലാത്തപ്പോഴും ഞാൻ അതല്ല എന്ന് പറഞ്ഞു. വളരെ നല്ലൊരു സ്ത്രീയാണ് മന്ദര, ജ്ഞാതിദാസിയാണ് അവൾ. അതിന്റെ കഥയൊക്കെ പറയുകയാണെന്ന് ഒരു ദിവസം വേണം നിലപറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവളുടെ പ്രേരണ അനുസരിച്ചിട്ട് അദ്ദേഹത്തോട് ചക്രവർത്തിയോടാണ് പറയുന്നതെന്ന് ഓർക്കണം. എപ്പോ എല്ലാ സന്നാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വരം ചോദിക്കണമെങ്കിൽ നേരത്തെ ചോദിച്ചൂടെ, അത് ചോദിച്ചില്ല. ആ സമയത്താണ്, ആ രാത്രിയിലാണ് പറയുന്നത്, ഉടൻ രാമനെ കാട്ടിലേക്ക് അയക്കുകയും വേണം. കൈകേയി നീ എന്താണ് പറയുന്നത്? ഞാൻ ഭരതന് അഭിഷേകം ചെയ്യാം, രാമൻ എന്റെ കൂടെ നിൽക്കട്ടെ. സാധ്യമല്ല, അയക്കൂ. ഈ രാത്രി ഞാൻ അവനെ കാണട്ടെ എന്റെ മോനെ, നാളെ പ്രഭാതത്തിൽ ഞാൻ അവനെ കാട്ടിലേക്ക് അയക്കാം. സാധ്യമല്ല, ഇപ്പോഴയക്കണം. അയക്കുകയാണ് ചെയ്തത്. എന്തല്ല ചെയ്തത്? ചക്രവർത്തിയല്ലേ, ഭാര്യയാണെങ്കിലും അവൾ ആരാണ്? പ്രജയല്ലേ, അവളെ പിടിച്ച് കാരാഗ്രഹത്തിലിടുക. ഒരു ചക്രവർത്തി ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാകണം. ദശരഥൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദശരഥൻ പറയാതിരുന്നത്? സഖ സപ്തപതി ഭവ. 7ാമത്തെ ചുവട് വെച്ചപ്പോൾ ഭാര്യയും ഭർത്താവും ആരാണ്? തുല്യരാണ്. അങ്ങനെ തുല്യരായിരിക്കേണ്ട ആളുകൾ, തുല്യരായിരിക്കേണ്ട ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ ചക്രവർത്തി ചമഞ്ഞില്ല. ചമഞ്ഞെങ്കിൽ ദശരഥനെ നമ്മൾ എന്ത് പറയുമായിരുന്നു? അല്പൻ എന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. സപ്തക സപ്തപതി ഭവ. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ഉജ്ജ്വലങ്ങളായ നിയമങ്ങളാണ്. ഇനിയും സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാലും ശൂദ്രനെ കുറിച്ച് പറഞ്ഞാലും രാമായണത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ശൂദ്രം അക്ഷയ സംയുക്തം ദൂര പരിവർജയെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് ഇന്റർപ്രൊളേഷൻസ് ആണ്. അതിനകത്ത് പിന്നീട് ആരൊക്കെയോ ചേർത്തിട്ടുള്ളതാണ്. അവിടെ രാമായണത്തിൽ എന്താണ് പറയുന്നത്? രാമായണത്തിലെ 100ാമത്തെ ശ്ലോകം നോക്കുക. 100ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ബാലകാണ്ഡം 1ാം സർഗത്തിലെ 1ാം അധ്യായത്തിലെ 100ാമത്തെ ശ്ലോകം. അതാണല്ലോ 100ാമത്തെ ശ്ലോകം. അതിൽ എന്താണ് പറയുന്നത്? പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമിയാത്. ഈ രാമായണം പഠിച്ചിട്ട് ദ്വിജൻ ബ്രാഹ്മണൻ വാഗ്വൃഷഭനാകട്ടെ, വാക്കുകളെ വർഷിക്കുവാൻ ശക്തനായി തീരട്ടെ. അതാണ് ഇദ്ദേഹം നേരത്തെ ആദ്യമേ തന്നെ നമ്മുടെ ആദ്യത്തെ മന്ത്രം ചൊല്ലിയത്. ഇതിന്റെ തുടക്കത്തിലെ പ്രാർത്ഥന ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിമദന്തം പിത്രോരുപസ്ഥേ തം രോദസീ പിഭൃതം സത്യവാചം. ആചാര്യൻ എങ്ങനെയുള്ളവനായിരിക്കണം? ശതധാര, 100 കണക്കിന് വർഷിക്കുന്ന, 100 കണക്കിന് എന്താണ് ധാരകളിലൂടെ വർഷിക്കുന്നവനാണ്. വാക്കുകളെ വർഷിക്കാൻ കഴിയുന്നവനാകണം. ആ വാക്ക് എങ്ങനെയായിരിക്കണം? ഉത്സ്ഥം അക്ഷീയമാണ്. ആ വർഷണം നിന്നു പോകാനോ ശക്തി കുറയാനോ പാടില്ല. ആ വിധത്തിൽ വാക്കുകളെ വർഷിക്കുന്നവനാകണം ആചാര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. പഠൻ ദ്വിജോ വാഗ്വൃഷഭത്വമിയാത്. ഈ രാമായണ കാവ്യം പഠിച്ചുകൊണ്ട് ബ്രാഹ്മണൻ വാക്കുകളെ വർഷിക്കുവാൻ, ജനങ്ങളെ പഠിപ്പിക്കേണ്ടവനാണ് ബ്രാഹ്മണൻ. വാക്കുകളെ വർഷിക്കുവാൻ ശക്തനായി തീരട്ടെ. സ്യാദ് ക്ഷത്രിയോ ഭൂമിപതിത്വമിയാത്. ക്ഷത്രിയൻ ഭൂമിപതിയായിരിക്കുവാൻ ശക്തനായി തീരട്ടെ. വൈശ്യ എന്താണ്? പണ്യഫലത്വമിയാത്. വിപണനം, കച്ചവടത്തിന്റെ ഫലങ്ങൾ പ്രാപിക്കുവാൻ വൈശ്യൻ ശക്തനായി തീരട്ടെ. ജനശ്ച ശൂദ്രോപി മഹത്വമിയാത്. ശൂദ്രരായിരിക്കുന്ന ജനങ്ങളും പഠിച്ച് മഹത്വമുള്ളവരായി തീരട്ടെ. അപ്പൊ എങ്ങനെയാണ് ശൂദ്രം അക്ഷര സംയുക്തം ദൂര പരിവർജ എന്ന് പറയുക? സാധ്യമല്ല. ഉജ്ജ്വലമായ ഭാരതീയ സംസ്കാരത്തെ നിന്ദിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. ആരെങ്കിലും നിന്ദിക്കുമെന്നെങ്കിൽ കൊടികെട്ടിയ വിവരദോഷമാണ് അത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം.